ഈ ആയുർവേദം സൈഡ് എഫക്റ്റേ ഉണ്ടാകില്ല എന്ന് ഒരിക്കലും വിശ്വസിക്കരുത്. അതിനും ഉണ്ടാകും. ഇതും ഒരു മെഡിസിനാണ്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക. അതിനൊരു പൊട്ടൻസി ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് അത് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ദോഷവും വരുത്താനുള്ള കഴിവുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇപ്പോൾ റെറ്റിനോൾ അല്ലെങ്കിൽ അങ്ങനത്തെ കോമ്പൗണ്ട്സ് ഒക്കെ ഇത്രയും ആൾക്കാരിലേക്ക് എത്തിയതിൻ്റെ പിന്നിൽ വലിയൊരു മാർക്കറ്റിംഗ് ഇതുണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനേക്കാൾ കൂടുതൽ വെസ്റ്റേൺ മാർക്കറ്റിംഗ് ഉണ്ട്. ഒരു ഒത്തൻറ്റിക് ആയുർവേദയുടെ ഒരു റെപ്യൂട്ടേഷൻ പോവുകയാണ്. ഇതിനെപ്പറ്റി ഡീപ്പ് നോളജ് ഉള്ളവരോ അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പേർട്സ് അല്ല ഇതൊന്നും മാർക്കറ്റ് ചെയ്യുന്നത്. ഈ പല മാർക്കറ്റിംഗ് കമ്പനിക്കാർ, അതിനെപ്പറ്റി ഒരു അറിവില്ലാത്ത കമ്പനിക്കാർ എവിടെയെങ്കിലും കേട്ടിട്ട് അതിനെ ഈ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന ക്ലാസിക്കൽ ടെക്സ്റ്റ്, ഇപ്പോൾ സുശ്രുതം, ചരകം എന്നൊക്കെ പറഞ്ഞ ക്ലാസിക്കൽ ടെക്സ്റ്റ്, ഇതെല്ലാം നോർത്ത് ഇന്ത്യൻ ടെക്സ്റ്റുകളാണ്. ഇത് ആയുർവേദം എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യയുടെ ഒരു സ്വത്താണ്. ഇപ്പോൾ നിങ്ങൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള കൊറിയ, അവർ ട്രഡീഷണൽ മെഡിസിൻസിലേക്ക് അവർ ഭയങ്കര ഇൻവെസ്റ്റഡ് ആണ്. ഫേസ് എത്രയൊക്കെ പറഞ്ഞാലും ഒരു കോൺഫിഡൻസ് ഇഷ്യൂ ആണ് വലിയൊരു. ഇപ്പോൾ അപർണ തന്നെ പറഞ്ഞില്ലേ, ക്യാമറ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇഷ്യൂ. ആ ഒരു കോൺഫിഡൻസ് ഇഷ്യൂ ഈ ജസ്റ്റ് സ്കിന്ന് എന്ന് പറയുന്നത് വെറുതെ സ്കിൻ കെയർ ബ്യൂട്ടി എന്നതിലുപരി ഇതിലൊരു മെൻ്റൽ ഹെൽത്തും കൂടെ ഇൻവോൾവ് ആണ്. ഇപ്പോൾ ഈ മുടി കൊഴിയുന്ന തന്നെ ആൾക്കാർക്ക് ചിലപ്പോൾ കുറച്ചൊന്നും പ്രശ്നം ഉണ്ടാവില്ല, കുറച്ചധികം കൊഴിഞ്ഞ് അങ്ങനെ തലയോടൊക്കെ കണ്ട് തുടങ്ങുമ്പോൾ പിന്നെ അത് വലിയൊരു അത് കാരണം സ്ട്രെസ് വരും. സ്ട്രെസ് കാരണം വീണ്ടും മുടി കൊഴിയും. പിന്നെ ഇതിങ്ങനെ ഒരു വിഷ്യസ് സൈക്കിളായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. അൺഫിൽറ്റേർഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും സ്കിൻ കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു റുട്ടീനിൽ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട്, അൺലേൺ ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഇവോൾവ് ചെയ്യുന്ന ഒരു ഏരിയ ഓഫ് സ്റ്റഡിയാണ് ഹെയർ കെയർ ആൻഡ് സ്കിൻ കെയർ. അപ്പോൾ ഇന്ന് ലെറ്റ്സ് ലേൺ ആൻഡ് അൺലേൺ വിത്ത് ദി ഫൗണ്ടർ ഓഫ് അല്യൂർ എലിക്സിർ, ഡോക്ടർ ശ്രദ്ധ. ഹലോ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച്. സുഖാണോ? സുഖാണ്. ഇത്രയും നേരം വർത്തമാനം പറഞ്ഞിട്ട് എല്ലാ ഗസ്റ്റിനോടും ഞാൻ ഇങ്ങനെയാ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടേ സുഖമാണോ എന്ന് ചോദിക്കുള്ളൂ. ഒരു തുടക്കം പോലെ. അതാണ്. സുഖാണല്ലോ ശരിക്കും? സുഖാണ്. അപ്പോൾ കുറേ ഓട്ടപ്പാച്ചിലൊക്കെയാണ് ആള്. അപ്പം എന്തായാലും നമുക്കും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ടു ഹാവ് ഹെർ ഓൺ ദ ഷോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാനും അൺലേൺ ചെയ്യാനും ഉണ്ട്. പക്ഷേ അതിനു മുന്നേ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അല്യൂർ എലിക്സിർ. ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റാണോ? അതെ, ഓക്കെ. പൊതുവെ ആൾക്കാർക്ക് അത് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്. അതെ, അതുകൊണ്ടാണ് ഞാൻ പൊതുവേ എല്ലാ പ്രൊനൗൺസിയേഷനും തെറ്റിച്ച് പറയുന്ന ആളുമാണ്. ഞാൻ എടുത്ത് ചോദിച്ചത് എന്തായിരുന്നു ഇൻസ്പിരേഷൻ? ആയുർവേദ റൂട്ടഡ് ആക്കി ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇൻസ്പിരേഷൻ എന്താണ്? വാട്ട് ഈസ് ദ സ്റ്റോറി ബിഹൈൻഡ് ദ ബ്രാൻഡ്? ഒരു ബ്രാൻഡായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി ഞാൻ ഒരു ആയുർവേദിക് ഡോക്ടറാണ്. അപ്പോൾ ആയുർവേദത്തിനെ പറ്റി ഒരു നോളജ് ഉണ്ട്. അങ്ങനെ എൻ്റെ അമ്മയ്ക്കൊരു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കണ്ടീഷൻ. അവിടെ നിന്നാണ്. അപ്പോൾ അമ്മ ഡോക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട്, ഒരു സിംറ്റമാറ്റിക് റിലീഫ് കിട്ടുന്നുണ്ട്, അഗെയിൻ ഇതിങ്ങനെ റിലാപ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കൊരു കോൺഫിഡൻസ് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇതുപോലെ സ്കിന്നിൻ്റെ ഒരു ഡിസീസസിനോട് എനിക്ക് ചെറിയ താല്പര്യമുണ്ട്. അത് എനിക്ക് പഠിക്കുന്ന കാലത്ത് മുതൽക്ക് ആ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ ഒന്ന് ഫോർമുലേറ്റ് ചെയ്ത് നോക്കാം, അമ്മയ്ക്ക് ഫോർമുലേറ്റ് ചെയ്ത് നോക്കാം. കുറച്ച് മരുന്നുകൾ, ഈവൻ ആയുർവേദം തന്നെ കുറച്ച് മരുന്നുകൾ നമ്മൾ ട്രൈ ചെയ്തിരുന്നു. പക്ഷേ അതിനും നമ്മളൊരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിസൾട്ട് അതിന് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാൻ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് അമ്മക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ട്രൈ ഔട്ട് ചെയ്തിട്ട് 1-2 ട്രയൽസ് കഴിഞ്ഞപ്പോൾ ഒരു 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 പ്രൊഡക്റ്റ് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അമ്മയുടെ ട്രൈ ചെയ്തു. എനിക്ക് പോലും സർപ്രൈസിങ് ആയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ മേലേക്ക് റിസൾട്ട് കിട്ടി. അപ്പോൾ എനിക്കൊരു ഒരു 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 എന്താ പറയുക, ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ, ഒരു 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 സന്തോഷം, ജോഷ്, ഒരു അതെ. കാരണം പൊതുവേ ആയുർവേദത്തിന് എല്ലാവരും ഒരു അങ്ങനെ ഒരു മട്ടാണ്. ഇപ്പോൾ അത്ര അങ്ങനെ കുറേ നാളെടുക്കും അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷേ ഇത് എനിക്ക് സർപ്രൈസിംഗ്ലി ഒരു 2 വീക്സ് അമ്മ യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ല ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഹൈപ്പർ പിഗ്മെന്റേഷൻ ആ ടൈമിൽ മാറുക. അതെ, 2 വീക്സിൽ തന്നെ നമുക്ക് നല്ല രീതിക്കുള്ള ഡിഫറൻസ് ഉണ്ട്. പിന്നെ അമ്മ കുറച്ച് നാളും കൂടെ കണ്ടിന്യൂ ചെയ്തപ്പോൾ ഒരു 85% 90% നമുക്ക് നല്ല വ്യത്യാസം വന്നു. അതെന്ന് വെച്ചാൽ ലോങ് ലാസ്റ്റിംഗ് വ്യത്യാസമാണ്. അവിടെയാണ് അതിൻ്റെ ഒരു പോയിന്റ്. ഇങ്ങനെ അല്ലാതെ വീണ്ടും അത് വന്നുകൊണ്ടിരിക്കുന്നില്ല. ഇപ്പോഴും നമുക്ക് ആ ഒരു മേ ബി ഒരു 5 to 10% മാത്രമേ അതിൻ്റെ ബാക്കി നിൽക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ നല്ല രീതിക്ക് ക്യൂറായി എന്ന് പറയാണ്. അങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് മേക്കിംഗ് എന്നൊരു ഇതിലേക്ക് എനിക്കൊരു ഇൻട്രസ്റ്റ് വരികയും അങ്ങനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ അല്യൂർ എലിക്സിർ എന്നുള്ള ആ ഒരു പേര്
വന്നത്? ലൈക്ക് എല്ലാവർക്കും പറയാൻ ബുദ്ധിമുട്ടാണെന്നെടുത്ത് പറഞ്ഞതുകൊണ്ട് ചോദിച്ചത്. അതൊരു ചിരിയൊക്കെ വരുന്നു എന്നൊക്കെ. അത് ഞങ്ങളിങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ഇങ്ങനെ എന്തിടും സ്വാഭാവികം എല്ലാവരും ഇത് അതെ. ചെയ്യും. അപ്പൊ ഞങ്ങൾ ഞങ്ങള് ഇങ്ങനെ കുറച്ചിങ്ങനെ ഈ പൊതുവെ ആയുർവേദത്തിൽ ഇങ്ങനെ ഭയങ്കര നാടൻ പേരുകളാണല്ലോ കേട്ടിട്ടുള്ളത്. അപ്പൊ നമുക്കിങ്ങനെ കുറച്ച് ഇന്റർനാഷണൽ ഒക്കെ പിടിക്കാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അന്ന് ആ ഒരു ബുദ്ധിയൊന്നും ഇല്ലാത്ത സമയത്ത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് വെറുതെ ഇങ്ങനെ ആലോചിച്ച് അല്ലിയോർ പിന്നെ എലിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൃത് എന്നാണല്ലോ അർത്ഥം. അപ്പോൾ അല്ലിയോർ എന്ന് പറഞ്ഞൊരു ഫാസിനേറ്റിംഗ് ബ്യൂട്ടി എന്നൊക്കെ ഉള്ള രീതിയിലുള്ള അർത്ഥമാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് കൊളാബറേറ്റ് ചെയ്തപ്പോൾ അല്ലിയോർ എൻഡ് ചെയ്യുന്നത് ഈലാണ്, എലിക്സർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈലാണ്. അപ്പോൾ ക്ലബ് ചെയ്തപ്പോൾ കൊള്ളാം എന്ന് തോന്നി. അങ്ങനെയാണ് അല്ലിയോർ എലിക്സർ എന്ന ഒരു പേര് ഞങ്ങൾ വരുത്തുന്നത്. പക്ഷേ ആക്ച്വലി എന്താ വെച്ചാൽ ഞങ്ങളുടെ ഒരു കസ്റ്റമറിന് പോലും ഈ പേര് പറയാൻ കിട്ടാറില്ല. എല്ലാവരും ഇങ്ങനെ അല്ലു പ്രച്ചടൊക്കെ ആയി മാറും. അപ്പോൾ എലിക്സർ എന്ന് അങ്ങനെ പ്രോപ്പർലി ആരും അങ്ങനെ പറഞ്ഞ് എനിക്ക് ആക്ച്വലി അങ്ങനെ ആരെങ്കിലും പറയുന്നത് ഇപ്പോൾ ഒരു പ്രൗഡാണ്. ഫൈനലി സമ്മൺ സെഡ് ഇറ്റ്. അല്ല, ഈ ബിസിനസ് തുടങ്ങുന്നതിൽ ഏറ്റവും പാടുള്ളൊരു കാര്യമാണ് പേരിടുക എന്നുള്ളത്. ഞാൻ എൻ്റെ അൺഫിൽറ്റേർഡ് തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ എപ്പിസോഡ് എടുത്തത് പേരില്ലാതായിരുന്നു. അതെയോ? ഗസ്റ്റിനോട് ഞാൻ പറഞ്ഞു പോഡ്കാസ്റ്റിന് പേരില്ല, അടുത്ത എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത്രക്കൊന്നും ചിന്തിച്ചിട്ടില്ല. നമ്മളിപ്പോ ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് ഇരുന്ന് ഇതിനൊക്കെ മീറ്റിംഗ്സ് ഒക്കെ എടുത്തിട്ടായിരിക്കും ആൾക്കാർ പേരൊക്കെ ഇടുന്നുണ്ടാവുക. അന്ന് ഞാൻ അത്രയൊന്നും ചിന്തിക്കാതെയാണ് ഈ പേരിട്ടത്. ഒരു രാത്രി ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കൊള്ളാം അങ്ങനെ ഒരു ഇട്ട പേരാണ്. എന്തായാലും നന്നായിട്ട് കലങ്ങി തെളിഞ്ഞു അല്ല. അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഈ സ്കിൻ കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വർഷം അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡ് പ്രീ കോവിഡ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു സ്കിൻ കെയർ ഹെയർ കെയർ എന്നുള്ള സാധനങ്ങൾ മൊത്തം മാറി. സോഷ്യൽ മീഡിയ വന്നപ്പോഴത്തേക്കിനും ഒരുപാട് എഡ്യൂക്കേഷനായി ഈ സ്കിൻ കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ. ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, എവ്രിബഡി ഈസ് ദെയർ ടു എഡ്യൂക്കേറ്റ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ എന്താ ഒരുപാട് കാര്യങ്ങൾ അൺലേൺ ചെയ്യാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റി. ഈ നയാസിനമൈഡ്, ഹൈലറോണിക് ആസിഡ്, കുറേ സാധനങ്ങൾ പഠിക്കുന്നു, എന്താ ചെയ്യുക. പക്ഷേ പേഴ്സണലി ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, എനിക്ക് ഒട്ടും 12 സ്റ്റെപ്പ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞ സാധനത്തിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്ന ഒരാളല്ല. പിന്നെ ആഡിങ് ടു ദാറ്റ് എൻ്റെ സ്കിന്ന് ഭയങ്കര വേഴ്സ്റ്റ് ആയിട്ടിരുന്നൊരു സമയമുണ്ട് 2 years ബിഫോർ. അപ്പം അതുകൊണ്ട് തന്നെ ഒരാൾക്ക് വർക്കാവുന്നത് മറ്റൊരാൾക്ക് വർക്കാവില്ല. അപ്പം ഈ ആയുർവേദയുടെ പേഴ്സ്പെക്റ്റീവിൽ ഈ 12 സ്റ്റെപ്പ് സ്കിൻ കെയർ റുട്ടീൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എവറി ട്രെൻഡ്സ് ആയിക്കോട്ടെ, വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? ഈ 12 സ്റ്റെപ്പ് സ്കിൻ കെയർ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു മാർക്കറ്റിംഗ് ഗിമിക്കായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു ബ്രാൻഡ് ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നു, അപ്പോൾ ആ ബ്രാൻഡിന് അത് വിറ്റ് പോകുമ്പോൾ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ഇറക്കാം വേണമെങ്കിൽ. അങ്ങനെ അവർ ഇറക്കി ചിലപ്പോൾ ഒരു 10-12 പ്രൊഡക്റ്റ്. അപ്പോൾ അവരതെല്ലാം വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഇത് നമ്മൾ കേൾക്കുന്നതൊക്കെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണെന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കണം. പിന്നെ ആയുർവേദ പേഴ്സ്പെക്റ്റീവ്സ് ഒന്നും അല്ല. പൊതുവേ നമ്മൾ ചിന്തിച്ച് നോക്കും, നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഒന്നും അറിയാതെ കുറേ സാധനങ്ങൾ നമ്മൾ ഇഷ്ടം പോലെ, അതും ശ്രദ്ധിക്കണം വെച്ചാൽ നമ്മൾ ആക്റ്റീവ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അത്ര കോൺസെൻട്രേറ്റഡ് സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും സാധനങ്ങൾ സ്കിന്നിൽ തേക്കുമ്പോൾ സ്കിന്നിന് തന്നെ മനസ്സിലാവുന്നില്ല എന്താണെന്ന്. ആൻഡ് ഇതിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുപാട് ആക്റ്റീവ്സ് ചെല്ലുമ്പോൾ ഇത് പരസ്പരം ക്യാൻസൽ ചെയ്യാനും കെമിക്കൽ റിയാക്ഷൻസ് നടക്കാൻ പരസ്പരം ക്യാൻസൽ ചെയ്യാനും അഡ്വേഴ്സ് റിയാക്ഷൻസ് ഉണ്ടാകാനും പിന്നെ ഈ ഡെപ്പോസിറ്റ്സ് വരാനും. സ്കിന്നിൽ ഇപ്പോൾ ഒരു റിയാക്ഷൻസ് ഇപ്പോൾ കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു റിയാക്ഷൻ സംഭവിക്കുമ്പോൾ അതിനൊരു റെസിഡ്യൂ ഉണ്ടാകും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ചിലപ്പോൾ ഒരാൾ ഒരു ബ്രാൻഡിൻ്റെ സാധനം മാത്രമായിരിക്കില്ല യൂസ് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ ബ്രാൻഡിൻ്റെ മൾട്ടിപ്പിൾ സീറംസ് ഒക്കെ യൂസ് ചെയ്യും. എന്നിട്ട് അവരുടെ സ്കിന്നിൽ ഏതാണ് റിയാക്ഷൻ സംഭവിക്കുന്നതെന്ന് പോലും ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. കാരണം ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ബ്രാൻഡും പറയുന്നില്ല, ചിലപ്പോൾ ഇന്ന ബ്രാൻഡിൻ്റെ ഒരു സീറോ ആയിരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്, പക്ഷെ ഇവർ 12 സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഏതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഈ സ്കിന്നിലെ ഇപ്പോൾ പോഴ്സ് ഒക്കെ ക്ലോഗ് ആവാനും ഇൻഫ്ലമേഷൻ കൂടാനും, ഈ ഇൻഫ്ലമേഷൻ വന്ന് അവസാനം ഇതൊരു പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കണ്ടീഷനിലേക്ക് പോകാനും ഒക്കെ ചാൻസസ് കൂടുതലാണ്.
ഇനിയിപ്പോൾ ഞാൻ ആയുർവേദിക് പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഇപ്പം മൾട്ടിപ്പിൾ ഇൻഗ്രീഡിയൻസ് വരുമ്പോൾ ആയുർവേദം വർക്ക് ചെയ്യുന്നത് പൊതുവെ ആൾക്കാർക്ക് അറിയില്ലെങ്കിലും ഒരു വാത പിത്ത കഫ എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റ്സിലാണ്. അപ്പോൾ ഇങ്ങനത്തെ കേസസിൽ പിത്തം വർദ്ധിക്കാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അങ്ങനെ ആകുമ്പോൾ ഇൻഫ്ലമേഷൻ നല്ല രീതിക്ക് കൂടാനും പിന്നീട് അതൊരു ഭയങ്കര സ്കിന്നിൽ ഹൈപ്പർ പിഗ്മെന്റേഷനും അതുപോലെ പ്രിമച്വർ ഏജിങ്ങിനൊക്കെ കാരണമാകാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഇത് ഒരു മാസം യൂസ് ചെയ്താലൊന്നും അല്ല അറിയാൻ പറ്റുന്നത്, ഓവർ ദ പീരിയഡ് ഓഫ് ടൈമിലാണ്. അപ്പോൾ ഈ ഓവർ ദ പീരിയഡ് ഓഫ് ടൈമിൽ ആൾക്കാർ എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഇവർക്ക് തന്നെ അറിയാൻ പറ്റില്ല. സത്യം. അപ്പോൾ ഈ ഒരു മൾട്ടിപ്പിൾ സ്കിൻ കെയർ ഈ 12-10 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എവറി ഡേ അത് കൂടിക്കൂടിയാണ് വരുന്നത്. പണ്ട് 5 സ്റ്റെപ്പായിരുന്നു, സത്യം. പിന്നെ 10 സ്റ്റെപ്പായി, ഇപ്പം 12 ആയി, ഇനിയിപ്പോൾ 15-20. ഇനി ഇത് മാത്രം ചെയ്യാൻ സമയമുള്ളൂ ആൾക്കാർക്ക്. വളരെ മിനിമലായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ഇപ്പോൾ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലെൻസ്, ഒരു നറിഷ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു ട്രീറ്റ് എന്നാൽ ഈ ഒരു ഇത്രയും മതി. വളരെ മിനിമലായിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ഒരു ബ്രാൻഡ് നോക്കിയിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. പിന്നെ വെച്ചാൽ ഇപ്പോൾ ഒരു ബ്രാൻഡും ഇപ്പോൾ നിലവിലുള്ള ഒരു ബ്രാൻഡും ഇല്ല 100% ആൾക്കാർക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ അയാൾക്ക് അത് നല്ലോണം വർക്ക് ചെയ്തു എന്ന് ചോദിച്ചിട്ട് നമ്മൾക്ക് അത് വർക്ക് ചെയ്യണം എന്നില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് ഒക്കെ എടുക്കുക, നിങ്ങൾ നോക്കുക അത് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതാണോന്ന്. കാരണം ഇൻഗ്രീഡിയൻസിൻ്റെ അലർജി, ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക്സിനൊക്കെ അലർജി എടുക്കുന്ന കണ്ടിട്ടില്ലേ, അവർ ടെസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, അതുപോലെയാണ് എല്ലാ ഇൻഗ്രീഡിയൻറ്റിനും. ഇപ്പോൾ ആയുർവേദത്തിൽ ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഈ അലോവേര പോലത്തെ അതൊക്കെ അലർജി ഉള്ളവരുണ്ട്, ഈ ടർമറിക്കൊക്കെ അലർജി ഉള്ളവരുണ്ട്. അപ്പോൾ അതിലും പൊട്ടൻ്റ് ആയിട്ടുള്ള പല ഫോർമുലേഷൻസ് ആയിരിക്കും ഇങ്ങനത്തെ ആയുർവേദിക് ഫോർമുലേഷൻസിൽ വരുന്നത്. അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്യുക തന്നെ വേണം, ഒന്ന് നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്യുക തന്നെ വേണം. പിന്നെ ഈ ആയുർവേദം സൈഡ് എഫക്റ്റേ ഉണ്ടാകില്ലെന്ന് ഒരിക്കലും വിശ്വസിക്കരുത്, അതിനും ഉണ്ടാകും. ഇതും ഒരു മെഡിസിനാണ്, അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക. അതിനൊരു പൊട്ടൻസി ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് അത് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ദോഷവും വരുത്താനുള്ള കഴിവുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. എല്ലാത്തിലും കോമ്പൗണ്ട്സും കെമിസ്ട്രിയും എല്ലാം ഉണ്ടല്ലോ. അതെ, ഇപ്പോൾ കെമിക്കൽ ഫ്രീ എന്ന് ഇങ്ങനെ സോ കോൾഡ് ടാഗുകൾ കൊടുക്കുന്നത്, കെമിക്കൽ ഫ്രീ എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു കൊളോക്കിലിയാണ് നമ്മൾ സംസാരിക്കുക. കെമിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് അതാണ്, അല്ലാതെ ഇപ്പോൾ നമ്മൾ വായുവും വെള്ളവും ഒക്കെ കെമിക്കലാന്ന് തന്നെയാണ് പറയുക. അപ്പോൾ കെമിക്കൽ ഫ്രീ എന്ന് പൊതുവേ ഒരു മാർക്കറ്റിംഗിലെ ആൾക്കാർ പറയുന്നത് ഇങ്ങനെ പൊട്ടയായ സ്കിന്നിന് ദോഷകരമായത് ഒന്നുമില്ല എന്നുള്ള രീതിക്കാണ് പറയുന്നത്. മനസ്സിലായി. ഇപ്പം നമ്മളുടെ ഒരു ട്രെൻഡ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്കിൻ കെയർ ബ്രാൻഡ് അല്ലെങ്കിൽ ഹെയർ കെയർ ബ്രാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രെൻഡ്സ് എന്തായാലും നോക്കാതിരിക്കാൻ പറ്റില്ല. ട്രെൻഡ്സ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വൈറലായി അങ്ങനെയല്ല, ഇപ്പോൾ വാട്ട് പീപ്പിൾ നീഡ് എന്നുള്ളൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഒരു 30 years ഓൾഡ് ആ ഒരു ഏജ് കാറ്റഗറി എടുക്കുവാണെങ്കിൽ അവരിപ്പം നോക്കുന്നത് ആൻറ്റി ഏജിങ്. ഇപ്പം അതിൻ്റെ ഒരു ആക്റ്റീവ് ഉണ്ട്, ആ ആക്റ്റീവ് എങ്ങനെ എല്ലാ പ്രൊഡക്ട്സിലും കൊണ്ടുവരാം, വെൻ ടു യൂസ് ഇറ്റ്, ഹൗ ടു യൂസ് ഇറ്റ്, അതായിരിക്കും അവിടുത്തെ ട്രെൻഡ്. പിന്നെ യങ് ആയിട്ടുള്ള ഒരു 20s ആളുകൾക്ക്, കോളേജ് ഗോയിങ് ആയിട്ട് ഗ്ലോയിങ് കൊറിയൻ സ്കിൻ, അതായിരിക്കും അവരുടെ ഒരു ട്രെൻഡ്. അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്, അതായത് ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ചെയ്യുക എന്നുള്ളൊരു സംഭവം ബ്രാൻഡ്സിന്റെ ഇതിൽ നിന്ന് വരും. സോ ഇതുപോലത്തെ ഉള്ള ആക്റ്റീവ്സിനുള്ള ഒരു ഓൾട്ടർനേറ്റീവ്സ് ആയുർവേദയിൽ ഉണ്ടോ? ഇപ്പോൾ 30s കേസിൽ ഇപ്പോൾ എനിക്ക് ഐ തിങ്ക് റെറ്റിനോൾ ആയിരിക്കും മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ റെറ്റിനോൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയാണ് അതിന് കൂടുതലുള്ളത്. ഇപ്പോൾ അതിന് ഓൾട്ടർനേറ്റീവായിട്ട് ഇപ്പോൾ ഞാൻ ആയുർവേദത്തിൻ്റെ രീതിയിൽ പറയാതെ തന്നെ പൊതുവേ ഒരു ഫേമസ് ആയ ഒരു കോമ്പൗണ്ടാണ് ബക്കുച്ചിയോൾ എന്ന് പറയുന്നത്. റെറ്റിനോൾ പോലെ തന്നെ ആക്ടിങ് ആണ്, പക്ഷേ സ്കിൻ ഇറിറ്റേഷൻ കുറവാണ്. പൊതുവേ ഈ റെറ്റിനോളിന് ഇറിറ്റേഷൻ ഡ്രൈ ആക്കാനും ഇറിറ്റേഷൻ കൂടാൻ ചാൻസ് കൂടുതലുള്ള ഒരു ആക്റ്റീവാണ്. അപ്പോൾ പക്ഷേ അതിനൊരു ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബക്കുച്ചിയുടെ എക്സ്ട്രാക്ട് ആയിട്ടുള്ള ബക്കുച്ചിയോൾ എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോൾ ഗോട്ടുകോല എന്നൊക്കെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇതെന്താ വെച്ചാൽ നമ്മളുടെ നാട്ടിൽ ഇതിനെപ്പറ്റി ഒരുപാട് സ്റ്റഡി നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാനീ പറയുന്ന സ്റ്റഡി ഇന്ത്യയിൽ നടന്നേക്കുന്ന സ്റ്റഡികളല്ല, പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നേക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ എപ്പോഴും നമുക്കൊരു വെസ്റ്റേണേഴ്സിനോടുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ കൊറിയനോടുള്ള താല്പര്യം, ഇഫ് യു നോട്ടീസ്, നിങ്ങൾ കൊറിയൻ സ്കിൻ കെയർ എടുത്ത് നോക്കി നോക്കുക, അതിനുള്ള എത്ര ഹെർബൽ ആക്റ്റീവ്സ് ആണെന്ന്. കാരണം അവർ ആക്ച്വലി യൂസ് ചെയ്യുന്ന ഒരു സയൻസ് പ്ലസ് അവരുടെ ട്രഡീഷണൽ മെഡിസിൻ്റെ ഒരു കൊളാബറേഷനാണ്. അപ്പോൾ രണ്ടും കൂടെ ചേർക്കുമ്പോൾ അവർക്കൊരു ഒരു എക്സ്ട്രാ ഒരു എന്താ പറയുക, ഒരു റിസൾട്ട്സ് അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ വെച്ചാൽ
തല്ലാണ് പരസ്പരം. അവരെ വളർത്തരുത്, ഇവളെ വളർത്തരുത് എന്നുള്ളൊരു ആ ഒരു മെന്റാലിറ്റി ഉള്ളതുകൊണ്ട് ആ ഒരു റിസർച്ചസ് കുറച്ചും കൂടെ കുറവാണ്. അതാ ശരിയാണ്. കാരണം ഈ എന്താ പറയാ ആയുർവേദം വളർന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മെഡിസിൻസിനോടുള്ള ഇത് കുറയോ, അതായത് സസ്റ്റൈനബിൾ മെത്തേഡ് ഇതാണ് എന്നുള്ളൊരു തോട്ട് വന്നു കഴിഞ്ഞാൽ, പേഴ്സണലി ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ രണ്ടും യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ബാലൻസ് വരും. അതായത് ഇപ്പോൾ ചിലപ്പോൾ ഒരു പിമ്പിൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് പെട്ടെന്ന് പോകണമെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇമ്മീഡിയറ്റ് എന്തെങ്കിലും ഒരു അതെ, ഹെൽപ്പ് അതെ. വേണം എന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് അത്. പക്ഷെ മുടിക്കൊക്കെ ഞാൻ കൂടുതലും ഹെയർ ഓയിൽസ് ആണെങ്കിൽ എത്രത്തോളം ഇൻഗ്രീഡിയൻസ് ഉള്ള ഹെയർ ഓയിൽസ് യൂസ് ചെയ്യാമോ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അമ്മൂമ്മ ഉണ്ടാക്കി തരുവാണെങ്കിൽ അത്രയും സന്തോഷം. അതെ, അതെ. അങ്ങനെ ഒരു റൂട്ടഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ വേദന വരുമ്പോൾ വോളിനിയേക്കാൾ മുന്നേ ഞാൻ അന്വേഷിക്കുന്ന മുറിവെണ്ണയായിരിക്കും. അതെ, അതെ. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അത് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊന്നും അങ്ങനെ ആക്ച്വലി ഇപ്പോൾ നമ്മുടെ നാട്ടും പുറത്തൊക്കെ ഇത് അറിയാമെങ്കിലും ഇതിനൊന്നും ആരും ഇപ്പം നിങ്ങളിപ്പോൾ കാണുന്ന ഇപ്പോൾ റെറ്റിനോൾ അല്ലെങ്കിൽ അങ്ങനത്തെ കോമ്പൗണ്ട്സ് ഒക്കെ ഇത്രയും ആൾക്കാരിലേക്ക് എത്തിയതിന്റെ പിന്നിൽ വലിയൊരു മാർക്കറ്റിംഗ് പിന്നെ ഇതുണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനേക്കാൾ കൂടുതൽ വെസ്റ്റേൺ മാർക്കറ്റിംഗ് ഉണ്ട്. അപ്പോൾ ആ ഒരു മാർക്കറ്റിംഗ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ആയുർവേദത്തിനൊന്നും അത്ര ഇൻവെസ്റ്റ്മെന്റ്സ് ഇല്ല. അപ്പോൾ അതൊന്നും ആൾക്കാരിലേക്ക് എത്തുന്നില്ല. ഇപ്പൊ പണ്ട് കാലത്ത് നമ്മുടെ അമ്മമ്മമാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, മുറിവെണ്ണ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്കറിയുള്ളൂ. അത്ര അതിനെപ്പറ്റി നോളജ് ഉള്ളൂ. ഇപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ ഈ സ്കിൻ കെയർ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ കൊറിയയിൽ നിന്ന് വന്നേക്കുന്ന വൺ ഓഫ് ദ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇപ്പോൾ സെൻട്രൽ ഏഷ്യാറ്റിക്ക എന്നൊക്കെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ്. വളരെ സ്കിന്നിന് നല്ല അടിപൊളിയാണ്. പക്ഷേ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ 10,000-3000 വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന മരുന്നാണ്. അതിൻ്റെ മണ്ടൂകപർണി എന്നാണ് അതിൻ്റെ സാൻസ്ക്രിറ്റ് നെയിം. നമ്മുടെ നാട്ടിൽ ഇത് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഇപ്പോഴാണ് ഇന്ത്യയിൽ അത് സെൻട്രൽ ഏഷ്യാറ്റിക്ക എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ വാവ് അങ്ങനെ. പക്ഷെ നമ്മുടെ നാട്ടിലത് മണ്ടൂകപർണി എന്ന് പറയുമ്പോൾ അതാരും എന്ത് മണ്ടൂകപർണി അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പം ആ ഒരു റിസർച്ചും മാർക്കറ്റിങ്ങും നല്ല രീതിക്കുള്ള മാർക്കറ്റിംഗ്, അല്ലാതെ ഈ ഒരു ആയുർവേദത്തിനെ ഒരു ടൂളായി എടുക്കുന്ന മാർക്കറ്റിംഗ് അല്ല. എന്നുവെച്ചാൽ ആയുർവേദം ഉണ്ടെന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് പൊതുവെ ഞാൻ പറഞ്ഞല്ലോ ഒരു മിഥ്യാധാരണയുണ്ട്, സൈഡ് എഫക്ട്സ് ഇല്ല എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് ആയുർവേദത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് ആയുർവേദ എന്ന് പറഞ്ഞ മാർക്കറ്റിംഗ്. അപ്പോൾ അതിനോടൊന്നും എനിക്ക് ഭയങ്കര എതിർപ്പാണ്. ശരിക്കും ഭയങ്കര മിസ്യൂസ് ചെയ്യുകയാണ്. ശരിയാ. അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ആളുകൾക്കൊരു ഇതുണ്ട്. അതായത് അവർ ഈ റഷ് ചെയ്ത് ടയേർഡായി ഈ ഫാസ്റ്റ് ലിവിങ്ങിനോട്, അപ്പം ആയുർവേദയിലേക്ക് സ്വിച്ച് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു മെന്റാലിറ്റി ഇപ്പോൾ പൊതുവെ ആളുകൾക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരിലേക്ക് ഫീഡ് ചെയ്യുന്ന, എസ്പെഷ്യലി കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി, കാരണം കേരളം ഇസ് നോൺ ആസ് ആ ഒരു ഗ്രീൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അതെ, അതെ. അത് പിന്നെ ഹാവിങ് സെഡ് ദാറ്റ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ പ്രോഡക്ട്സിന് ആയുർവേദിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നു, നാച്ചുറൽ എന്ന് പറയുന്നു, ചിലത് ഹെർബൽ എന്ന് പറയുന്നു. എന്താണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ആയുർവേദിക് എന്ന് പ്രോപ്പർലി നിങ്ങൾക്ക് പറയണമെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ആയുർവേദിക് ഡ്രഗ് ലൈസൻസ് വേണം. അതിനൊരു സെപ്പറേറ്റ് ലൈസൻസിങ് തന്നെ ഉണ്ട്. അപ്പോൾ അതിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു ഹെർബൽ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന യൂഷ്വലി ആൾക്കാർക്ക് അറിയുന്ന അലോവേര ഇതൊക്കെ ഹെർബ്സ് തന്നെ അങ്ങനത്തെ രീതിയിൽ പറയാം. പക്ഷേ ആയുർവേദിക് എന്ന് ശരിക്കും പറയണമെങ്കിൽ അത് ആയുർവേദിക് ഡ്രഗ് ലൈസൻസ്ഡ് ആയിരിക്കണം. അതാണ് ഡിഫറൻസ്. പിന്നെ ഇപ്പോൾ ഈ നാച്ചുറൽ ഓർഗാനിക് എന്നൊക്കെ പറയാം. ഇപ്പോൾ ഓർഗാനിക് എന്ന് പറയുകയാണെങ്കിൽ ഓർഗാനിക് സർട്ടിഫൈഡ് ആയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അത് ആരും അങ്ങനെ ഫോളോ ചെയ്യുന്നത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഒത്തൻറ്റിക് ആയിട്ട് എത്തിക്സ് ഒക്കെ ഉള്ളവർ അത് ഫോളോ ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാവരും ഈ ഒരു മാർക്കറ്റിംഗ് ടൂൾ പോലെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് അങ്ങ് ആയുർവേദിക് എന്ന് പറയുമ്പോൾ ആൾക്കാർ വാങ്ങാനും ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, ഒരു ഒത്തൻറ്റിക് ആയുർവേദയുടെ ഒരു റെപ്യൂട്ടേഷൻ പോവുകയാണ്. ഇതിനെപ്പറ്റി ഡീപ്പ് നോളജ് ഉള്ളവരോ അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പേർട്സ് അല്ല ഇതൊന്നും മാർക്കറ്റ് ചെയ്യുന്നത്. ഈ പല മാർക്കറ്റിംഗ് കമ്പനിക്കാർ, അതിനെപ്പറ്റി ഒരു അറിവില്ലാത്ത കമ്പനിക്കാർ എവിടെയെങ്കിലും കേട്ടിട്ട് അതിനെ ഈ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താന്ന് പോലും മനസ്സിലാക്കാതെ. ശരിയാ. ഈ ഒരു കൺസ്യൂമർ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഇൻഗ്രീഡിയൻസ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഞാൻ ആക്ച്വലി ഈ ഒരു കേസിൽ ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആയുർവേദത്തിൽ ഇപ്പോൾ ഒരു സാഫ്രൺ ശരിക്കും കേട്ടിട്ടില്ലേ? ഹിമാലയൻ അല്ല കശ്മീരി ഒക്കെ സാഫ്രൻസ് ആണ് ഏറ്റവും ക്വാളിറ്റിയിൽ വരുന്നത്. അപ്പോൾ ഈ സാഫ്രൻ്റെ ഒരു
10 വെറൈറ്റീസ് ഉണ്ട്. സാഫ്രൺ തന്നെയല്ല, എല്ലാ ഹെർബ്സിൻ്റെ അത്രയും ചീപ്പസ്റ്റ് വെറൈറ്റി ഉണ്ട്, അത്രയും പ്രീമിയം വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പം നമ്മൾ പറയുന്ന ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഏറ്റവും പ്രീമിയം, ഏറ്റവും അതിന് ഈ ആയുർവേദിക് ഹെർബ്സ് പല സ്ഥലത്ത് വളരണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില ഹെർബ്സ് ഒക്കെ ഇപ്പോൾ രാജസ്ഥാനിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പൊതുവേ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങുന്ന പോലെ കാലിഫോർണിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ക്വാളിറ്റി വ്യത്യാസം ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഈ ഹെർബ്സിന് വ്യത്യാസമുണ്ട്. പെർട്ടിക്കുലർ ഏരിയയിൽ വളർന്നതാണ് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നൊക്കെ വാങ്ങുന്നതിന് നല്ല കാശുമുണ്ട്. അപ്പോൾ ആ സാധനം വാങ്ങിയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് റിസൾട്ടും ഉണ്ട്. പക്ഷേ ഇത് എല്ലാവരും ചെയ്യില്ല. കാരണം പ്രീമിയത്തിൽ നമുക്ക് നല്ല രീതിക്ക് ഫണ്ട് ഇറക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും എല്ലാവരും ചെയ്യാതെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു മഞ്ചിഷ്ട ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ അത് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടുന്ന സാധനം ആഡ് ചെയ്യാനാണ് ആൾക്കാർ ശ്രമിക്കുക. അത് ആഡ് ചെയ്താൽ മതിയല്ലോ എന്ന് മാത്രമാണ്. അതിൻ്റെ ഇൻറ്റൻഷൻ അവർ ചിന്തിക്കുന്നില്ല. ഇത് എന്തിനാ വേണ്ടിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്, ആ ഉപയോഗിക്കുന്ന ആൾക്കത് ക്യൂർ ആകണം എന്ന ഇൻറ്റൻഷൻ എല്ലാവർക്കും ഉണ്ടാവില്ല. ആ ഒരു എത്തിക്സിൽ വർക്ക് ചെയ്യാത്തവർക്ക് അവരുടെ ബ്രാൻഡുകൾക്കും പ്രശ്നം വരും. അല്ലെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സിനും എന്താ പറയുക, ഒരു പ്രശ്നങ്ങൾ ഈ ആയുർവേദത്തിൽ നിന്നാണ് അവർ വിചാരിക്കുക. പ്രശ്നം വന്നാൽ ആയുർവേദത്തിൽ നിന്നാണ് വിചാരിക്കുക. പക്ഷെ ആയുർവേദത്തിൽ നിന്നല്ല, അവർ ഉണ്ടാക്കുന്നവർ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു മേഖലയിൽ ആക്ച്വലി എനിക്ക് ഒരുപാട് കാശ് പോയിട്ടുണ്ട്. എനിക്ക് ഇനീഷ്യൽ ടൈമിൽ കാശുകൾ എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് കാശ് പോയിട്ടുണ്ട്. ഈവൻ ലീഗൽ കേസ് വരെ വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞങ്ങൾ ഇതുപോലെ നല്ല ക്വാളിറ്റി ആണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് പ്രോമിസ് ചെയ്ത്, നമുക്ക് ആദ്യമൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ മേടിക്കാനുള്ള നമുക്ക് കാശില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ വെൻഡേഴ്സിൻ്റെ നിന്നാണ് വാങ്ങുക. നമ്മൾ ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി വെൻഡേഴ്സിൻ്റെ നിന്നാണ് വാങ്ങുക. അപ്പോൾ അവർ അങ്ങനെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നല്ല ക്വാളിറ്റി ആണെന്നൊക്കെ പറഞ്ഞ് പ്രോമിസ് ചെയ്തിട്ട് നമുക്ക് സാധനം വരുമ്പോൾ ഇതൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ നമ്മളത് റിട്ടേൺ ചെയ്യാനും റീഫണ്ട് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പിന്നെ ഒരു പൊടിയില്ല. ശരിയാ. അപ്പോൾ ആക്ച്വലി ഞങ്ങൾക്ക് ഒരു ടീമിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് ലീഗലി വരെ മൂവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ അത്രയും ഫണ്ട് പോയി. അത് മാത്രമല്ല, ഇത് നമുക്ക് തീരെ ഇത് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ അതാ ഞാൻ പറഞ്ഞത്, ആ ഇൻറ്റൻഷൻ എന്താണെന്ന്. ഇൻറ്റൻഷൻ നമുക്ക് ഇത് വെറുതെ ഒരു പ്രൊഡക്റ്റ് ആക്കി കൊടുക്കാനാണോ അതോ അതിൽ ശരിക്കും യൂസ് ആകണമെന്ന് ഉള്ള രീതിയിലാണോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു തുടക്കത്തിൽ എൻ്റെ വൺ ഓഫ് ദ സ്ട്രഗിൾ, ഏറ്റവും കൂടിയ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു റോ മെറ്റീരിയലിൻ്റെ ഒരു ക്വാളിറ്റി ലുള്ള സംഭവം കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാരുടെ നിന്ന്. ഇപ്പോൾ വെച്ചാൽ നമ്മൾ കുറേ ഫാമേഴ്സിൻ്റെ നിന്നായി ഡയറക്റ്റ് കളക്ടിങ് ആയി. പിന്നെ ഇപ്പോൾ ഈ മറ്റേ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയുടെ ഒക്കെ സപ്ലയേഴ്സിനൊക്കെ അത്രയും ഹൈ ക്വാളിറ്റി സപ്ലയേഴ്സിനെ മാത്രമൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് അവരുടെ നിന്ന് മാത്രം നമ്മൾ ഇപ്പോൾ എടുക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാറുണ്ട്. ബട്ട് സ്റ്റിൽ എവറി ടൈം അതൊരു സ്ട്രഗിളാണ്. ശരിയാ. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സിംഗ് ആണ് ഒരു ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതെ ഞങ്ങൾ ക്ലോത്തിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഫാബ്രിക് കിട്ടണം. ഫാബ്രിക് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റണം. അത് തന്നെ സ്കിൻ കെയറിൽ വരുമ്പോഴാണെങ്കിലും നല്ല സാധനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ വെറൈറ്റി ഉണ്ട്, പ്രീമിയം ടു ചീപ്പസ്റ്റ് വെറൈറ്റി ഉണ്ട്. അപ്പം അത് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഫാബ്രിക്കിലൊക്കെ തന്നെ അത്ര ഫാബ്രിക് എന്ന് പറഞ്ഞ ഒരു ദോഷം ചെയ്യുന്നില്ല ഒരാൾക്ക്. അപ്പോൾ സ്കിൻ കെയർ എന്നൊക്കെ പറയുന്നത് അവരുടെ ബോഡിയിലേക്കും സ്കിന്നിലേക്കൊക്കെ യൂസ് ചെയ്യുന്ന സാധനമല്ലേ. അപ്പോൾ അതിൽ നമുക്ക് എന്തോരം അതിൽ സ്ട്രെസ്സ് വരും, നല്ല രീതിക്ക് സ്ട്രെസ്സ് വരാറുണ്ട്. നമുക്ക് എവറി ബാച്ചിലും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. മാത്രമല്ല ഇഫ് സംതിങ് ഗോസ് റോങ് അത് എൻറ്റയർ ബിസിനസ് ബ്രാൻഡിനെ ബ്രാൻഡ് മതപ്പോൾ നമ്മളൊരു ബാച്ച് കംപ്ലീറ്റ്ലി റൂയിൻഡ് ആവും. അതെ, മനസ്സിലായോ? നമുക്ക് അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ അവിടെ ഞാൻ പറഞ്ഞ എത്തിക്സ് എന്ന് പറയാം. അത് വേണമെങ്കിൽ പാക്കറ്റാക്കി കൊടുക്കാം. പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം? ഇപ്പോൾ ഞാൻ എൻ്റെ ആക്നെ കെയറിൻ്റെ റേഞ്ച് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഒരു നൈബറാണ്. അവർക്ക് PCOD കാരണം നല്ല ആക്നെ വൾഗാരിസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നല്ല ആക്നെ, നമുക്ക് മുഖം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്തത്രക്ക് ആക്നെയാണ്. അപ്പോൾ അവർ എൻറ്റയർലി ഒരു കോൺഫിഡൻസ് ഒക്കെ തകർന്ന് എന്നുള്ള രീതിയിൽ അവർ കുറേ മോഡേൺ കാണിച്ചു. പക്ഷേ ഇതാണ് മോഡേണിൽ എന്താ വെച്ചാൽ പിന്നെ റിലാപ്സ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അവർക്കൊരു ഒരു ഇത് കിട്ടുന്നില്ല. അങ്ങനെ ഇപ്പോൾ എൻ്റെ അടുത്ത് ശരിക്കും അങ്ങനെ വലിയ ഹോപ്പൊന്നും ആയിട്ടല്ല വന്നേ. അവർ പറഞ്ഞു വെച്ചാൽ ആയുർവേദം കൊണ്ട് വല്ലതുണ്ടോ. അപ്പോൾ ഞാനൊരു അപ്രോച്ചബിൾ പേഴ്സൺ ആണല്ലോ, അപ്പോൾ നൈബർ ആയതുകൊണ്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും എൻ്റെ ആക്നെ കെയർ റേഞ്ച് ഞാനൊന്ന് നമുക്കൊരു എമ്പത്തി ഫീൽ ചെയ്യുമല്ലോ. ആ ഒരു ഇതിലാണ് ആക്നെ കെയർ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കണം നമ്മൾ എന്തിനു വേണ്ടി അത് സ്റ്റാർട്ട് ചെയ്തതെന്ന്.
അപ്പോൾ ആ ഒരു ഇൻറ്റൻഷൻ, ആ എത്തിക്സ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ബിസിനസ്സിൽ ഒരുപാട് ഈ എത്തിക്സ് കളയേണ്ട അവസരങ്ങൾ വരും. പക്ഷേ ആ എത്തിക്സിനോട് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഹൂ ആം ഐ, അല്ലെങ്കിൽ വാട്ട് വി സ്റ്റാർട്ടഡ് ഫോർ എന്ന് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. സത്യം ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. അതായത് ഈ ബിസിനസ്, പൈസ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കിനും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ഇന്റർവ്യൂ ചാനൽസിന് ഏറ്റവും ക്ലിക്ക് ബെയ്റ്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്. പക്ഷെ ഞാൻ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുന്നത് എൻ്റെ ഗസ്റ്റ് കംഫർട്ടബിൾ ആയിരിക്കണം. അവർ പോകുമ്പോൾ നാളെ എന്നെ കണ്ടാലും നോക്കി ചിരിക്കണം. അവരൊക്കെ ഒരു ബുദ്ധിമുട്ട് ഞാനായിട്ടുണ്ടാക്കുന്നത്, കാരണം ഞാൻ ഹോസ്റ്റ് എന്നല്ലേ പറയുന്നത്. പക്ഷെ അപ്പൊ അത് എനിക്ക് ടെമ്പററി ഒരു ഗെയിൻ കിട്ടും. പക്ഷെ നമുക്ക് പൈസ എത്ര ഇൻവോൾവ് ആയാലും എന്താ പറയാ, നമുക്ക് ഒരിക്കലും ആ ഒരു എത്തിക്സ് വിടാൻ തോന്നില്ല. പക്ഷെ അത് എന്നെ എന്താ പറയാ, എന്നെ അങ്ങനെ ആക്കിയത് എൻ്റെ മുന്നുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ്. സോ വാട്ട് ഈസ് ഇറ്റ് ഫോർ യു? അതായത് ഈ എത്തിക്സ് കളയരുത്, എത്ര പൈസ ഇൻവോൾവ് ആയാലും. കാരണം സ്കിൻ കെയർ, ഹെയർ കെയർ എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ഒക്കെ നടക്കാം, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ChatGPT ചോദിച്ചാൽ മതി എത്രത്തോളം പൈസയാണ് സ്കിൻ കെയർ, ഹെയർ കെയർ ബ്രാൻഡ്സ് പ്രോഫിറ്റബിൾ ആവുന്നതെന്നൊക്കെ ഒന്ന് ചെയ്താൽ മതി. ഇപ്പം റീസെൻ്റ്ലി ഓപ്പൺ ചെയ്തൊരു സെലിബ്രിറ്റിയുടെ സ്കിൻ കെയർ ബ്രാൻഡ് ഉണ്ട്. അതിൻ്റെ ടേൺ ഓവർ ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിച്ച ദൈവം ഇത്രയ്ക്കുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. സോ ദാറ്റ് മണി ഈസ് വെരി ബിഗ്. ഒന്നാമതേ ബ്യൂട്ടി ആൻഡ് ഫാഷൻ ഇൻഡസ്ട്രീസ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലുതാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ എത്തിക്സും പൈസ എത്തിക്സിനെ എന്താ പറയുക അലട്ടാതെ കൊണ്ടുപോകാൻ പറ്റുന്നത്? ഇതിനിപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ പേഴ്സ്പെക്റ്റീവാണ്. കാരണം ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു 50 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ പോട്ടെ 1 കോടി രൂപ ഉണ്ടെന്ന് വിചാരിക്കും. ആ 1 കോടി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യമുണ്ട്. പിന്നെ അത് തന്നെ ഏകദേശം 10 കോടി കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു മനുഷ്യായുസ്സിൽ കാശ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒരു ലിമിറ്റ് വരെ ആ കാശ് കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറം കാശ് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ മനസ്സമാധാനം പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ടൊരു കൃത്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയാണ്ട് പറ്റുന്ന മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് ഓക്കെയാണ്. നമുക്ക് നമ്മുടെ മനസാക്ഷി എന്ന് പറയുമല്ലോ, ആ മനസാക്ഷിക്ക് അറിയാം അത് അറിയാതെ പറ്റിയതാണ്. പക്ഷെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ അലറ്റത്തില്ലേ? എന്നെ അലട്ടും. അപ്പോൾ ഒരുപാട് പേർക്ക് അത് അലറ്റാത്തവരുണ്ടാകും. അവർക്കത് ശരിക്കും ആക്ച്വലി എനിക്ക് തോന്നാറുണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നു. ഈ മനസാക്ഷിനെ അലട്ടുന്നവർക്ക് അത് ഈ പറഞ്ഞ പോലെ ഈ ക്രൂക്കഡ് വേസിലൂടെ ഈ പറഞ്ഞ പോലെ ഈ ക്ലിക്ക് ബെയ്റ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനത്തെ വഴിയിലൂടെ പോവാൻ എളുപ്പമല്ല. ഇപ്പോൾ അപർണ പോഡ്കാസ്റ്റ് ചെയ്യുന്നു, ഇതുപോലെ ഒരുപാട് പേര് പോഡ്കാസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ എല്ലാവരും ഒരു ഒത്തൻറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ ഒരു നല്ല രീതിക്ക് ചെയ്തു പോകുന്നവർ എത്ര പേരുണ്ട്. ഇപ്പം ഞാനും കാണാറുണ്ട്, ഒരുപാട് പോഡ്കാസ്റ്റ് ഒക്കെ ഞാനും കാണാറുണ്ട്. പലരും വെറുതെ വ്യൂസിന് വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതിനൊരു കാമ്പില്ല എന്നോ ഞാൻ പറയുള്ളൂ. മനസ്സിലായി. ആ ഒരു കാമ്പ് വേണം. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ രാവിലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇപ്പോൾ എനിട്ടിട്ട് ഇപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ റിവ്യൂസ് വരുന്നത് ഒക്കെ അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു എനിക്ക് അത് ഒരാൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റി. മേ ബി ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ടായിരിക്കാം അയാൾക്കത് ക്യൂറായി എന്നത് എനിക്ക് സന്തോഷം. ചിലപ്പോൾ ഇപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നില്ല എൻ്റെ മരുന്നുകൾ 100% ആൾക്കാർക്കും എഫക്റ്റീവ് ആവുമെന്ന് ഞാൻ പറയുന്നില്ല. അതൊരു ബ്രാൻഡിനും പറയാൻ പറ്റില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളൊരു 75 to 80% ആർക്കെങ്കിലും അത് യൂസ്ഫുൾ ആവുന്നുണ്ട് എങ്കിൽ നല്ലൊരു ബ്രാൻഡാണ്. അപ്പോൾ ഇപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ എൻ്റെ ഫോർമുലേഷനൊക്കെ പോളി ഹെർബൽ ഫോർമുലേഷനാണ്. അപ്പോൾ പോളി ഹെർബൽ ഫോർമുലേഷൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഹൈപ്പോ അലർജിക് ആയിട്ടുള്ള ചില അലർജി കുറവായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിച്ചേക്കുന്നത്. എന്നാൽ പോലും അതിൽ അലർജി ഉള്ളവരുണ്ടാകും. അപ്പോൾ ചിലർക്കത് അലർജി ഫീൽ ചെയ്യുന്നു എന്നോ അങ്ങനെ പറയുമ്പോൾ അതെനിക്ക് വിഷമമാണ് വരുത്തുന്നത്. ആ ഒരു വിഷമം വരുത്തുന്ന ഫീലിംഗ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഉള്ളിലത്തെ എത്തിക്സ് എന്ന് എനിക്ക് തോന്നുന്നത്. മനസ്സിലായി. അപ്പോൾ ആ ഒരു എത്തിക്സ് എനിക്ക് ഇതുവരെ ഉണ്ട്. ഇനി അത് മുന്നോട്ട് അങ്ങനെ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പോകത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം പല സിറ്റുവേഷൻസ് എനിക്ക് വന്നിട്ടുണ്ട് ആ എത്തിക്സ് മറന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളുടെ ഒപ്പമുള്ള ടീമിൽ നിന്നൊക്കെ വരെ പല ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനത് ഇതുവരെ ചെയ്തിട്ടില്ല. അത് കാരണം എനിക്കത് വേണ്ട, ആ കാശ് എനിക്ക് വേണ്ട.
ജസ്റ്റ് പോക്കറ്റ് ഫില്ല് ചെയ്തിട്ട് മാത്രം കാര്യമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയാ. കാരണം തുടങ്ങിയത് അമ്മയുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റി. അതെ, ഞാൻ ഇപ്പൊ മാർക്കറ്റിംഗ് ട്രെൻഡ്സ് എന്ന് നേരത്തെ ഇപ്പൊ മെൻഷൻ ചെയ്തുവല്ലോ. ഇപ്പോൾ എൻ്റെ പ്രൊഡക്ട്സ് ഒന്നും തന്നെ മാർക്കറ്റിംഗ് ട്രെൻഡ് കാരണം വന്നേക്കുന്നതല്ല. എല്ലാം എൻ്റെ അടുത്ത് വന്നേക്കുന്ന പേഷ്യൻസിന് വേണ്ടിയുള്ള ക്യൂറിൻ്റെ ബേസിൽ വന്നേക്കുന്നതാണ്. മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ അമ്മയുടെ കേസിലാണ് പിഗ്മെൻറ്റേഷൻ ബേസ് ചെയ്തിട്ടുള്ള വന്നത്, ആ നെയ്ബറിൻ്റെ ബേസിലാണ് ആക്നെ ബേസ് ചെയ്തിട്ടുള്ള വന്നത്. പിന്നെ ഞാൻ ഈ ഓൺലൈനൊക്കെ കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് ഈ ഹെയറിൻ്റെ ഇഷ്യൂസ്, ഓഫ് കോഴ്സ് ഈ ഹെയർ ഫോൾ, ഡാൻഡ്രഫ്, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഓരോരോ റേഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഓക്കെ ഇങ്ങനെ ട്രെൻഡ് ഇറങ്ങുന്നുണ്ട് എന്നാൽ ആ ട്രെൻഡ് വെച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കും, അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. ഓ ഗ്രേറ്റ്, ഐ അപ്രിഷിയേറ്റ് ദാറ്റ്. അല്ല, അതെ. എത്തിക്സിൻ്റെ കാര്യമാണെങ്കിലും ഇതാണെങ്കിലും എല്ലാം ഐ റിയലി അപ്രിഷിയേറ്റ് ദാറ്റ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എല്ലാം ഒന്നാമത് സ്ത്രീകളിലേക്ക് ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഞാനത് എടുത്തു പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറിയപ്പെടുന്നില്ല എന്നുള്ളതാണ് മെയിൻ സംഭവം. അതായത് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഇൻസെക്യൂർ ആക്കും വിധമാണ് ചില കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള കാലഘട്ടത്തിൽ അവരുടെ പ്രശ്നങ്ങളെ ക്യൂർ ചെയ്യുക എന്നൊരാൾ ചിന്തിക്കുന്നത് ഭയങ്കര നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ റീസെൻ്റ്ലി ആണ് ഒരു കാര്യം മനസ്സിലാക്കിയത്. ഈ കേരള ആയതുകൊണ്ട് കേരളത്തിലെല്ലാ ആയുർവേദം ഭയങ്കര ഒരുപാട് ഹിസ്റ്ററി ഉള്ളതാണല്ലോ. അപ്പോൾ ഇവിടുന്നാണ് എല്ലാ ഹെർബ്സും ഉണ്ടാവുന്നത്, ഇവിടുന്നാണ് പച്ചമരുന്നുകളെല്ലാം എന്താ എക്സ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ ആയിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ റീസെൻ്റ്ലി ആണ് ഞാൻ അറിഞ്ഞത് ഗുജറാത്ത് അങ്ങനത്തെ കുറച്ച് നോർത്ത് സൈഡ് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് കുറേ സാധനങ്ങളും എക്സ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കേരളത്തിലോട്ട് വരെ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നത് അവിടെ നിന്നാണ്. ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ രാജ്യം വിട്ടാണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്നത് അവിടെ നിന്നാണ്. മനസ്സിലായി, കാര്യം മനസ്സിലായി എന്താണ്. യെസ്, ഇതിൽ ഇപ്പോൾ ആയുർവേദം, ഇപ്പോൾ കേരള ആയുർവേദത്തിനൊരു സത്യം പറഞ്ഞ ആയുർവേദിക് ഇൻഡസ്ട്രിയിൽ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. അതെ, അതില്ല എന്ന് പറയുന്നില്ല, കാരണം കുറച്ചും കൂടെ ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ട്, അങ്ങനെയുണ്ട്. പിന്നെ സ്പെഷ്യലി ഇപ്പോൾ നാട്ടിലുള്ളവരെക്കാളും കൂടുതൽ പുറത്തുള്ളവർക്കാണ് ആയുർവേദത്തിനോട് താല്പര്യം. അപ്പോൾ കേരള ഒരു ടൂറിസ്റ്റ് ഹബ്ബ് ആയതുകൊണ്ട് കേരളത്തിൽ ആയുർവേദത്തിന് കുറച്ചും കൂടെ ഒരു എക്സ്പോഷർ ഉണ്ട്. അപ്പോൾ പക്ഷേ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന ക്ലാസിക്കൽ ടെക്സ്റ്റ്, ഇപ്പോൾ സുശ്രുതം, ചരകം എന്നൊക്കെ പറഞ്ഞ ക്ലാസിക്കൽ ടെക്സ്റ്റ്, ഇതെല്ലാം നോർത്ത് ഇന്ത്യൻ ടെക്സ്റ്റുകളാണ്. ഇത് ആയുർവേദം എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യയുടെ ഒരു സ്വത്താണ്. അപ്പോൾ അതിൽ ഹെർബ്സുകൾ, ഇപ്പോൾ ഞങ്ങൾക്ക് പഠിക്കുന്ന ഹെർബ്സൊക്കെ സ്പെഷ്യലി മെൻഷൻഡ് ആണ്. ഇന്ന ഹെർബ്സൊക്കെ ഇന്ന ഏരിയയിൽ വളരുന്നതാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ കൂടുതലും ഇപ്പോൾ രാജസ്ഥാൻ, ഗുജറാത്ത്, സെൻട്രൽ ഇന്ത്യ, അങ്ങനെയൊക്കെ നല്ല നല്ല നമുക്ക് ഓരോ ഹെർബിനും ഓരോ പെർട്ടിക്കുലർ ഏരിയകളുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ കേരളത്തിലാണെങ്കിലും ഇപ്പോൾ ഗുഡൂജി, ശതാവരി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ കുറച്ചും കൂടി ഇപ്പോൾ നമുക്കൊരു വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ ഈ പച്ചപ്പ് നിറഞ്ഞ കുറച്ച് സാധനങ്ങൾക്കൊക്കെ നമ്മുടെ ഇവിടെ കുറച്ച് കൂടുതൽ ഊക്കമുണ്ട്. പിന്നെ ഈ ആയുർവേദം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മാത്രമല്ലാതെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതൊരു വേൾഡിൻ്റെ സയൻസാണ്. പല പല പേരുകളിൽ അറിയപ്പെടുന്നു എന്ന് മാത്രം. ഇന്ത്യയിൽ അത് ആയുർവേദം ആകുന്നു, ചൈനയിൽ അത് ചൈനീസ് മെഡിസിൻ ആകുന്നു, വെസ്റ്റേൺ പല സ്ഥലത്ത് ഇത് ഹെർബൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹെർബൽ സയൻസ് പഠിക്കുന്ന എത്ര പേരുണ്ട്? ഒരുപാട് പേരുണ്ട്. ഇപ്പൊ നിങ്ങൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള കൊറിയ, അവർ ട്രഡീഷണൽ മെഡിസിൻസിലേക്ക് അവർ ഭയങ്കര ഇൻവെസ്റ്റഡ് ആണ്. അവരത് ഭയങ്കര പ്രൗഡ്ലി എടുക്കുന്ന സാധനമാണ്. അതുകൊണ്ടാണല്ലോ അവരുടെ ഇൻഡസ്ട്രിയിൽ ഏതെങ്കിലും സ്കിൻ കെയർ നിങ്ങൾ എടുത്ത് നോക്കൂ, നിങ്ങളുടെ കൊറിയൻ സ്കിൻ കെയർ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന ഒന്ന് ബാക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് നോക്കൂ, അതിൽ എന്തെങ്കിലും ഒരു 3-4 ഒരു എക്സ്ട്രാക്ട്സ് ഉണ്ടാവും, ഹെർബൽ എക്സ്ട്രാക്ട്സ് ഉണ്ടാവും. കാരണം അത് അവർക്കറിയാം, അത് നമ്മളുടെ റിസൾട്ട്സിനെ ഒന്നും കൂടി കൂട്ടുന്നുണ്ടെന്ന്. അപ്പോൾ ഇതൊരു ഹോൾ വേൾഡിൻ്റെ സയൻസാണ്, ഡിഫറെൻറ്റ് നെയിംസ് ആണെന്ന് മാത്രം. അതെ അതെ. ഇപ്പം ഈ തായ്ലൻഡിലെ മറ്റേ ഞങ്ങൾ ഈയിടെ റീൽസിൽ മണക്കുന്ന സാധനം തന്നെ ഒരു ഹേർബാണ്. എത്ര 8 വർഷം വരെ അതിന്റെ സ്മെല്ല് നിൽക്കുന്നു. അതെ അതെ. ഇത് മണക്കുമ്പോഴത്തേക്കിന് ആ മൈഗ്രെയിൻ ഒക്കെ ഏത് വഴിക്കാ പോകുന്നതെന്ന് അറിയാം. അതുപോലെ അങ്ങനെ കുറെ സാധനങ്ങൾ എല്ലാ ഇപ്പോൾ രാജ്യങ്ങളിലും അവരുടേതായ അല്ല ഈ ഹെർബ്സ് ഉണ്ട്, ഡിഫറെന്റ് ഹെർബ്സ് ഉണ്ട്. അവർക്ക് അവരുടേതായ നാടുകളിൽ കിട്ടുന്ന, ഇപ്പൊ ഈ അടുത്ത് ട്രെൻഡായ റോസ്മേരി, അതിപ്പോ അതുപോലൊരു ഹെർബാണ്. അത് പുറത്തുനിന്ന് അവര് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തു, അപ്പോൾ എല്ലാവർക്കും അതിന്റെ റിസൾട്ട്സ് മനസ്സിലായി. അപ്പോൾ എല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളുടെ ഇവിടെ അത് സ്റ്റഡി ചെയ്ത് ഓൺ പേപ്പറിൽ എഴുതിയിട്ടില്ല.
ഇതിന്റെ ഗുണങ്ങൾ ഇത്രയും പേരിൽ ടെസ്റ്റ് ചെയ്ത് കാരണം അതിനുള്ള ഫണ്ട് ഇവിടെ ഇല്ല, ആൾക്കാർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ മേ ബി നെക്സ്റ്റ് ഒരു 10-15 ഇയേഴ്സ് അല്ലെങ്കിൽ 20 ഇയേഴ്സിലൊക്കെ ചിലപ്പോൾ കൂടിയേക്കാം. ശരി. കാരണം ആയുർവേദത്തിന് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുക, ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന എവിടെയാണോ നീഡ് അവിടെയല്ലേ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ മേ ബി ഉണ്ടായേക്കാം. ഇനി എങ്ങനെയാണ് ഈ മാർക്കറ്റ് സ്റ്റഡി പൊതുവെ നടത്തുന്നത്? ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് എന്താ പറയുക, ഇപ്പം രൂപീകരിക്കാം അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യാം എന്ന് എന്താ പറയുക തീരുമാനിക്കുന്ന സമയത്ത്, ഇപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞല്ലോ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നെയ്ബറിന് വേണ്ടിയിട്ടൊക്കെയാണ് പിന്നെ ട്രീറ്റ് ചെയ്യുന്ന പേഷ്യൻസിനനുസരിച്ച്. അപ്പോൾ ഫോഴ്സ് ഇപ്പോൾ ഒരു ഹെയർ ലോസ് ആണ് ഒരു കോസ്, അപ്പോൾ നമുക്കൊരു ഹെയർ ഓയിൽ അല്ലെങ്കിൽ വാട്ട് എവർ ഈസ് നീഡഡ് അത് ഫോർമുലേറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ വരുന്ന മാർക്കറ്റ് സ്റ്റഡി എന്ന് പറയുമ്പം എല്ലാം സോഴ്സിങ്, നീഡ്സ്, പിന്നെ എത്രത്തോളം ഇപ്പം എത്രയെന്ന് പറഞ്ഞാലും ബിസിനസ് അല്ലേ, എങ്ങനെയാണ് അതിൻ്റെ പ്രോഫിറ്റ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഇപ്പോൾ മാർക്കറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഈ ഒരു മാർക്കറ്റ് എന്താണെന്നോ അല്ലെങ്കിൽ ഞാനൊരു MBA പഠിച്ചിട്ട് അങ്ങനെ ഒരു ബിസിനസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെയൊന്നും അല്ല വന്നത്. അപ്പോൾ എനിക്ക് പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് ഒരു പ്രൊഡക്റ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ ഒരു കൂടുതൽ ഞാൻ വെച്ചാൽ ആദ്യമൊക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ട് അവർക്ക് കൊടുക്കുമായിരുന്നു. ചിലപ്പോൾ മിക്ക കേസുകളിലും ഓരോ കണ്ടീഷൻസും വ്യത്യാസമാണല്ലോ, അപ്പോൾ അവർക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ കോമൺ ആയിട്ട് കുറേ പേർക്ക് കേസസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സ്ട്രെസ് ബേസ്ഡ് ആയിട്ടുള്ള ഹെയർ ഫോൾ കോമൺ ആയിട്ട് കുറേ പേർക്കുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കുറേ പേർക്കുള്ള പ്രൊഡക്ട്സ് ആണ് ഞാൻ ആക്ച്വലി എല്ലിയോർ എലിക്സർ എന്ന രീതിയിലാക്കിയത്. അങ്ങനെ അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രെൻഡിനെ പിന്നാലെ ഇതുവരെ പിടിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ആൾക്കാർ ചോദിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിലി അപ്ലിക്കബിൾ ആയിട്ടുള്ള, കാരണം കുറേ ആൾക്കാർക്ക് ഈ ഹെയർ ഓയിലൊന്നും ഇഷ്ടമല്ല, ഇങ്ങനെ അപ്ലൈ ചെയ്യാനൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ട്. ഇങ്ങനെ ഇപ്പം മേ ബി ഡെയിലി വർക്കൊക്കെ ആ ഒരു ഇതിലൊന്നും ചിലപ്പോൾ സമയം കിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടി ഈസിലി അപ്ലിക്കബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അങ്ങനെയാണ്. പിന്നെയും അവിടെയാണ് ഈ മോഡേൺ സയൻസിന്റെ ഒരു കൊളാബറേഷൻ നമുക്ക് വരുന്നത്. ഈ ഇപ്പോൾ കൊറിയൻ ഇൻഡസ്ട്രി ഒക്കെ ചെയ്ത പോലെ ആ ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സ് നമുക്ക് പുറത്തെടുക്കാൻ പറ്റുക. അങ്ങനെ ആഗ്രഹമുണ്ട്, മേ ബി ഇൻ ഫ്യൂച്ചർ വന്നേക്കാം. അങ്ങനെ ഒരു കുറച്ചും കൂടി ഈസിലി അപ്ലിക്കബിൾ എന്ന രീതിയിലും കൂടെ ആയിട്ടുള്ളത്. ആയുർവേദം കുറച്ചും കൂടി ആൾക്കാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്ലൈ ചെയ്യാനും. പിന്നെ ചില റിസൾട്ട് കൊണ്ട് എന്താ പറയുക, അന്ന് കുറച്ച് ഞാൻ കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലെങ്കിൽ റിസൾട്ട് മതി എന്ന രീതിയിൽ ഉള്ളവർക്ക് അത് കുഴപ്പമില്ല. ഈ കുറച്ച് മടിയന്മാർക്ക് ബേസിക്കലി മടിയന്മാർക്ക് ഇച്ചിരി എല്ലാ എളുപ്പത്തിൽ വേണം. അതെ അങ്ങനെയാണല്ലോ മറ്റേ റോസ്മേരി സെറം ഒക്കെ വരാൻ തുടങ്ങി. അതെ വെള്ളം, വാട്ടർ ഉണ്ടാക്കുന്ന സാധനമാണ് പക്ഷേ ഇറ്റ്സ് ബെറ്റർ അറിയുന്ന ആളുകൾ ഉണ്ടാക്കുന്നത്. പക്ഷെ സ്റ്റിൽ അത് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറിയത് ഈ ഈസി ആപ്ലിക്കേഷൻ. ഇതിങ്ങനെ രണ്ട് ഇത് ചെയ്താൽ മാത്രം മതി. അങ്ങനെ മുടിയുള്ളവരെങ്കിൽ അതല്ലേ എളുപ്പം, ഓയിലത്തിന് അതൊക്കെ. പക്ഷെ പേഴ്സണലി ഇപ്പം ഭയങ്കര കാമായിട്ട് ഒരു റിലാക്സേഷനൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കുളിച്ചിട്ട് വരുമ്പോൾ കിട്ടുന്ന ഒരു ഭയങ്കര ഫ്രഷ്നെസ് ആ കിട്ടുന്നത്. ഞാനൊക്കെ അത് പ്രിഫർ ചെയ്യും. പക്ഷെ സ്റ്റിൽ മടിയുള്ളതുകൊണ്ട് റുട്ടീൻ കംപ്ലീറ്റ് ചെയ്യില്ല. എന്നിട്ട് ഈ ഹെയർ ഓയിൽ വർക്ക് ആവുന്നില്ലെന്ന് തോന്നുന്നു. ആക്ച്വലി ഈ ഭയങ്കര കൺസിസ്റ്റൻസി കൊണ്ടുപോകുന്ന ആൾക്കാർ വളരെ കുറവാണ്. അത് എത്ര ശ്രമിച്ചാലും അത് ഈ കൺസിസ്റ്റന്റ് ആവാന്ന് പറയുന്നത് ശരിക്കും നമ്മൾ എളുപ്പമല്ല. എന്ത് കാര്യത്തിനാണെങ്കിലും കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ ഒന്നും ഒരു കാര്യമില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ട് പ്രശ്നമായിരുന്നു എന്ന്. അവസാനം എല്ലാം ട്രൈ ചെയ്തു കേട്ടോ. അത് ഭയങ്കര ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വന്ന ഇതായിരുന്നു. അതൊന്നും ചെയ്യാൻ പറ്റില്ല, ആർക്കും എന്നെ രക്ഷിക്കാൻ പറ്റില്ല. ലാസ്റ്റ് കൂടിയ മരുന്ന് കഴിക്കേണ്ടി വന്നു. അപ്പം മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ഇന്ന സാധനങ്ങൾ മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഞാൻ അതിനുശേഷം എന്ത് പ്രൊഡക്റ്റ്, എനിക്കിപ്പം നമുക്ക് ഇൻഫ്ലുവൻസർ ആണല്ലോ, എന്തായാലും ബ്രാൻഡ് കൊളാബറേഷൻസ് വരും, അല്ലെങ്കിൽ പൈസ വരുമ്പം ഭയങ്കര വില കൂടിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ തോന്നും, അല്ലെങ്കിൽ പുതിയ ബ്രാൻഡ് ട്രൈ ഔട്ട് ചെയ്യാൻ തോന്നും. അപ്പൊ ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പോയി ചോദിക്കാറുണ്ട് കുഴപ്പമുണ്ടോ അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ഞാൻ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോഴൊക്കെ ഞാൻ എന്നിട്ടൊരു വീഡിയോ ചെയ്തിട്ടു. അപ്പൊ ഞാൻ എല്ലാവരോടും പറഞ്ഞത് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു സാധനം യൂസ് ചെയ്താലേ അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റൂ. അതിപ്പോ ഡോക്ടർ അല്ല ദൈവം വന്ന് എഴുതി തന്നാലും അത് എങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് ആ ഒരു പ്രോസസ്സിൽ കൂടെ നമുക്ക് മനസ്സിലാകുള്ളൂ. എത്ര പ്രൊഡക്ട്സ് വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകും. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് രാവിലെ വൈകിട്ട് റുട്ടീൻ ഉണ്ട്. രാവിലെ ആയിട്ട് മരുന്നുണ്ടെങ്കിൽ ആന്റിബയോട്ടിക്സ് ആണ് കഴിച്ചാലേ രാവിലെ വൈകിട്ട് കഴിച്ചാലേ മാറുള്ളൂ.
അത് സ്കിൻ കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ വരുമ്പോൾ ആളുകൾ ഇന്ന് ഭയങ്കര ഷോർട്ട് കട്ട്സ് ആണ് അതെ നോക്കുന്നത്. അതെ ഞാൻ ഈ പറഞ്ഞ പോലെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ ചോദിക്കുന്നത് തന്നെ ഈ ഒരു കാരണം കൊണ്ടാണ്. അതെ. പക്ഷെ നമ്മൾ എല്ലാത്തിനും സമയം കൊടുക്കുന്ന പോലെ നമ്മളുടെ കാര്യങ്ങൾ നോക്കാനും ഒരു ഹാഫ് ആൻ അവർ എങ്കിലും മാറ്റി മാറ്റി വെക്കണം. വെക്കണം. അത് ശരിക്കും മെന്റൽ പീസ് തരും. എനിക്ക് പേഴ്സണലി രാവിലെ എഴുന്നേറ്റ് സ്കിൻ കെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ആ ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ നമ്മളെ മാത്രം കോൺസെൻട്രേറ്റ് എന്തോ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന പോലെ ഒരു മീ ടൈം ഫീലിംഗ് വരും. അതെ. മാത്രമല്ല ആ സമയത്ത് കുറച്ച് കാര്യങ്ങൾ സോർട്ട് ചെയ്യും. അതായത് ഇത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത്, അന്നത്തെ ഡേ പ്ലാൻ ചെയ്യും ഞാനിത് ചെയ്യുന്ന വഴി. അപ്പൊ നമുക്കതൊരു അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ ഞാൻ ചോദിക്കാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മോഡേൺ മെഡിസിൻ ആൻഡ് ആയുർവേദ തമ്മിലുള്ളൊരു കൊളാബറേഷൻ ഈസ് വെരി ഗുഡ് എന്ന് എനിക്ക് ഡോക്ടറിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. സോ അപ്പൊ അങ്ങനെ ഒരു ഗ്യാപ്പ് അല്ലൂർ എലിക്സിറിന് ഫിൽ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ആ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പറ്റുമോ? ഇപ്പോൾ ആക്ച്വലി ആ ഒരു ഗ്യാപ്പ് കൊറിയക്കാരാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ ശ്രമിക്കാം, ഫില്ല് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ ഒരു രീതിയിൽ ആഗ്രഹമുണ്ട്. അതിൽ നല്ല രീതിക്ക് റിസർച്ച് ചെയ്ത് നമുക്ക് ഇൻ ഫ്യൂച്ചർ വരട്ടെ, ടച്ച് ഫുഡ് അങ്ങനെ വരട്ടെ അല്ലേ. ഈ എന്തൊക്കെ പറഞ്ഞാലും കോമ്പറ്റീഷൻ കാണും അല്ലേ? ഈ ആയുർവേദ പ്രൊഡക്ട്സ് ആയുർവേദ തന്നെ എടുത്താൽ മതി. സ്കിൻ കെയർ അങ്ങനെ നോക്കാം, അല്ലെങ്കിൽ സ്കിൻ കെയർ ആസിഡ് അങ്ങനത്തെ ബിസിനസ്സുകളും നോക്കാം. എങ്ങനെയാണ് ഈ കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് ഹൗ സ്വന്തം പ്രൊഡക്റ്റ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാറുണ്ടോ? അങ്ങനെ ആക്ച്വലി അങ്ങനെ അത്രയും ചിന്തിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും റിസൾട്ട് എങ്ങനെ കൂട്ടാമെന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ എനിക്ക് അങ്ങനെ പറയുമ്പോൾ ഞാൻ മറ്റ് ബ്രാൻഡുകളെ കുറ്റം പറയല്ല. എനിക്കൊരു ഇപ്പോൾ ഇത് കേൾക്കുന്ന ഓഡിയൻസിനാണെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആയുർവേദം ഇപ്പോൾ പൊതുവെ എല്ലാവരും ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, അച്ഛമ്മ ഉണ്ടാക്കി തന്ന അങ്ങനെ അച്ഛമ്മ ഉണ്ടാക്കി തരുന്നത് ഒരു പഴയ കാലത്തെ ആൾക്കാർക്ക് ചെറിയ നോളജ് ഉണ്ട്. അങ്ങനെ എന്തിങ്ങനെ അങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കെമിസ്ട്രിയാണ്. ഇതിലും കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ട്, ഒരുപാട് ആക്റ്റീവ്സ് ഉണ്ട് ഇതിൽ. അതിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷൻസ് ഉണ്ട്. ചിലത് കൂട്ടിച്ചേർക്കാൻ പാടില്ലാത്തതുണ്ട്. ഇതൊക്കെ ലൈക്ക് ഇപ്പം ഞങ്ങൾക്ക് വാദം പിത്തം കഫം എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ അതിൻ്റെ ഇംബാലൻസസ് വരുത്താതെ വേണം ഫോർമുലേഷൻസ് ചെയ്യാൻ. ഈ ഒരു നോളജ് എല്ലാവർക്കും ഇല്ല. അതൊരു പ്രോപ്പർലി ആയുർവേദത്തെ പറ്റി നല്ല രീതിക്ക് പഠിച്ച ഒരാൾക്ക് മാത്രമേ ഈ നോളജ് ഉണ്ടാവുള്ളൂ. കാരണം കോമണേഴ്സ് ആ നോളജ് വരില്ല, എന്തായാലും വരില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് എനിക്ക് അതിനെ പറ്റി പറയാൻ എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഒരു മാസം 2 മാസം ഒന്നും യൂസ് ചെയ്താൽ ചിലപ്പോൾ പ്രശ്നം വരത്തില്ല. കുറച്ച് നാളങ്ങോട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ. കാരണം ഇപ്പോൾ റോങ് കോമ്പിനേഷൻസ് കൊണ്ടുണ്ടാവുന്ന ബൈ പ്രൊഡക്ട്സ് ഉണ്ടാവും ആ ഒരു ഫോർമുലേഷനിൽ. അപ്പോൾ ആ ബൈ പ്രൊഡക്റ്റ് നമുക്ക് കുറേ നാളത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുമ്പോൾ പ്രശ്നം വരുത്തും. അപ്പോൾ ആ റൈറ്റ് ഫോർമുലേഷൻ ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് നല്ല രീതിക്ക് റിസർച്ച് വേണം. അപ്പോൾ നിങ്ങളെപ്പോഴും പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ അതിപ്പോൾ ആയുർവേദത്തിന് സൈഡ് എഫക്റ്റ് ഇല്ല, എന്തും കൂട്ടിച്ചേർത്ത് ചെയ്യാം എന്ന കോൺസെപ്റ്റ് ഒരിക്കലും പാടില്ല. അപ്പോൾ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് ആരാണിത് ചെയ്യുന്നതെന്നും കൂടെ നോക്കിയിട്ട് വാങ്ങുക എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം അതിൻ്റെ ഒരു ബാക്ക്ഡ് സയൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പേർട്സ് അതിൻ്റെ ബാക്കപ്പ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ രീതിയിൽ നിങ്ങൾ നോക്കിയിട്ട് മേടിക്കുക. അതിപ്പോൾ എൻ്റെ ബ്രാൻഡ് മേടിക്കുന്നതല്ല കേട്ടോ പറയുന്നത്. ഏത് ബ്രാൻഡാണെങ്കിലും ആയുർവേദം എന്ന രീതിയിൽ ഏത് ബ്രാൻഡാണെങ്കിലും അത് പ്രോപ്പർലി നല്ല രീതിക്ക് അതിൻ്റെ ബാക്കിൽ റിസർച്ച് ഉണ്ടോ, ഒരു ഒതൻറ്റിക് ആയിട്ടുള്ളൊരു എന്താ പറയുക എക്സ്പേർട്ട് ഉണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിലൊന്ന് നോക്കിയിട്ട് മേടിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ലോങ് ടേമിൽ പ്രശ്നം വരും. അതിപ്പം എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതെ പറ്റാവുന്നത്ര പഠിക്കുക, മനസ്സിലാക്കുക. ഡോക്ടറിന്റെ അഡ്വൈസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അതെ. പിന്നെ ഈ ആയുർവേദ പൊതുവെ ഏറ്റവും ആയുർവേദയുടെ മെയിൻ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് കോസ് ആണത് എന്താ പറയുക ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആക്നെ പ്രശ്നം തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം പോയത് ആയുർവേദമായിരുന്നു. കാരണം എനിക്ക് പേടിയായിരുന്നു. കാരണം ഭയങ്കര വേഴ്സാണ്, എൻ്റെ ദേഹത്ത് മൊത്തം ഉണ്ടായിരുന്നു, ബാക്ക് ആക്നെ ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യം അതെന്താ റൂട്ട് കോസ് ആണ് ഡോക്ടർ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ ബോഡി ഹീറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു, ഹോർമോൺ ഇംബാലൻസും ഉണ്ട്.
അപ്പൊ അതുകൊണ്ട് ആദ്യം നമുക്ക് അത് ട്രീറ്റ് ചെയ്ത് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ശരിയാവും. പക്ഷെ അവിടെയും എന്റെ മടി കാരണമാണ് ഞാൻ അതിന് സമയം കൊടുത്തില്ല. പക്ഷെ ഒരു 1 or 2 months ഞാൻ ചെയ്തു. പക്ഷെ ഈ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ വരുന്നതിനുള്ള ഒരു ആകാംക്ഷ കൂടിയിട്ട് എനിക്ക് ഈ ഇൻസെക്യൂരിറ്റി ആയിട്ട് എങ്ങനെയും ഇത് മാറ്റണം എന്നുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ അതിന് ഉറപ്പായിട്ടും സമയം കൊടുത്തേനെ. പക്ഷെ ആ സമയത്ത് ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അതെ എനിക്ക് കൊടുക്കാനൊരു സമയമില്ല, എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു അവസ്ഥ ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഷുവറായിട്ട് ഞാൻ അത് കണ്ടിന്യൂ ചെയ്തേനെ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അറിയാം എൻ്റെ ബോഡിയിൽ എന്തോ മാറ്റം സംഭവിക്കുന്നു, അതാണ് മുഖത്തിന് പറ്റുന്ന ഇത്രയും എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അവിടെ റൂട്ട് കോസ് ആണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണോ ഡോക്ടറിൻ്റെയും ഒരു മെത്തേഡ്, ലൈക്ക് റൂട്ട് കോസ് നോക്കാറുണ്ടോ? ഓഫ് കോഴ്സ് ആയുർവേദത്തിൻ്റെ ഒരു ട്രീറ്റിങ്ങിൻ്റെ പ്രോട്ടോകോൾ തന്നെ അതാണ്. അല്ലാണ്ട് സിംറ്റമാറ്റിക് ആയിട്ടുള്ളൊരു റിലീഫ് അല്ല. അത് എങ്ങനെ വരുന്നുണ്ടെങ്കിൽ, ആക്നെ വരുന്നുണ്ടെങ്കിൽ അതെന്താണ് കാരണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു രീതി. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് ഞാൻ കൺസൾട്ടേഷൻ ചെയ്തിരുന്നു. പിന്നെ എനിക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എനിക്കിത് വിഷമമുണ്ട്. ഈ സമയപരിമിതി, ഒരു മനുഷ്യനാൽ ഒരു സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഈ മുമ്പ് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ആക്നെ കേസിൽ വരുന്നവർക്ക് ഞാനൊരു ഡയറ്റ് ചാർട്ടൊക്കെ കൊടുത്തിരുന്നു. ഇപ്പോൾ എന്തൊക്കെ ഒഴിവാക്കണം, എന്തൊക്കെ കഴിക്കണം. കാരണം ദർ ഇസ് എ ഗട്ട് സ്കിൻ ആക്സിസ് ഉണ്ട്. ഇപ്പോൾ സ്പെഷ്യലി സ്കിന്നിലുള്ള ഈ ഇൻഫ്ലമേറ്ററി കേസസ് അല്ലേ, ഇപ്പോൾ സോറിയാസിസ്, എക്സിമ, അങ്ങനൊക്കെ ഫുഡിൽ നിങ്ങളുടെ ഗട്ട് ശരിയല്ലെങ്കിൽ ഒരുപാട് ട്രിഗേഴ്സ് വരും. അപ്പോൾ പിന്നെ ഈ ഹോർമോണൽ ഇഷ്യൂസൊക്കെ ഇപ്പോൾ PCOD ബേസ് ചെയ്തിട്ടുള്ള ആക്നേസിനൊക്കെ അപ്പോൾ ഇപ്പോൾ ആസ് ഓഫ് നൗ എനിക്ക് എക്സ്റ്റേണലി ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ പ്രൊഡക്ട്സിലൂടെ നമുക്ക് എക്സ്റ്റേണലി ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഇൻറ്റേർണലി കൂടെ നിങ്ങളത് ക്ലിയർ ചെയ്യണം, എന്നാലേ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ക്യൂർ സംഭവിക്കുകയുള്ളൂ. ഇപ്പോൾ അന്ന് ഞാൻ പറഞ്ഞ കേസില്ലേ, അവർക്ക് എക്സ്റ്റേണലി ഞാൻ മറ്റേ നൈബറിൻ്റെ കേസ് പറഞ്ഞു, എക്സ്റ്റേണലി എനിക്ക് നല്ല ഡിഫറൻസ് ആണ് വന്നത്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ അവർ എന്താ പറയുക, മറ്റേ ട്രീറ്റ്മെൻറ്റും കൂടെ എടുത്തപ്പോൾ അത് കംപ്ലീറ്റ്ലി ക്യൂർ ആയത്, നല്ല രീതിക്ക് ക്യൂർ ആയത്. അവർക്ക് അതിന് ശേഷം ആക്ച്വലി ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിരുന്നു. അവർക്ക് കുട്ടി ഉണ്ടാവാത്ത രീതിയിലൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നീട് അവർക്ക് ആ ട്രീറ്റ്മെൻ്റ് ഒക്കെ ആയതിനു ശേഷം ഇപ്പോൾ കുട്ടിയൊക്കെ ആയി. അപ്പോൾ അവർക്ക് എന്താ പറയുക, ഫേസ് എത്രയൊക്കെ പറഞ്ഞാലും ഒരു കോൺഫിഡൻസ് ഇഷ്യൂ ആണ് വലിയൊരു. ഇപ്പോൾ അപർണ തന്നെ പറഞ്ഞില്ലേ, ക്യാമറ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇഷ്യൂ. ആ ഒരു കോൺഫിഡൻസ് ഇഷ്യൂ ഈ ജസ്റ്റ് സ്കിന്ന് എന്ന് പറയുന്നത് വെറുതെ സ്കിൻ കെയർ ബ്യൂട്ടി എന്നതിലുപരി ഇതിലൊരു മെൻ്റൽ ഹെൽത്തും കൂടെ ഇൻവോൾവ് ആണ്. ഒരു കേസ് ഞാൻ ഇപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നതാണേ. അത് പറയുമ്പോൾ ചിലപ്പോൾ ഭയങ്കര പിന്നെ എന്ന് തോന്നും. പക്ഷേ ഒരു കേസ് ഉണ്ടായിരുന്നു, ഇതുപോലെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കേസായിരുന്നു. അവർക്ക് കഴുത്തിന് മേലേക്ക് കംപ്ലീറ്റ്ലി ഹൈപ്പർ പിഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ ശരിക്കും കഴുത്ത് വേറെ, ഇങ്ങനെ മുഖം വേറെ ആയിട്ട് കാണാൻ പറ്റും. എന്നിട്ട് അവർ 6 കൊല്ലം ആയിട്ട് അവർ പുറത്തിറങ്ങിയിട്ടില്ല. ഇത് എൻ്റെ അടുത്ത് കേസായിട്ട് വന്നതല്ല, അവരിങ്ങനെ യൂസ് ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ എന്നിട്ട് എനിക്കിങ്ങനെ വലിയ മെസ്സേജ് അയച്ചേക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നതാണ്, 6 വർഷമായിട്ട് എനിക്ക് ഒരാളെ ഫേസ് ചെയ്യാനോ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു ഇതും കൂടെ എനിക്ക് ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് ഞാനിങ്ങനെ ചിന്തിച്ചത്, ശരിക്കും ഇത് ജസ്റ്റ് ഒരു ബ്യൂട്ടി മാത്രമല്ല, കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഭയങ്കര ഡീപ്പ് ഡൗൺ പോകുന്നൊരു സാധനമാണ്. ഡെഫിനറ്റ്ലി രക്തസാക്ഷിയാണ് ഞാൻ പറഞ്ഞില്ലേ, ഒരു വീഡിയോ ചെയ്തിട്ടിരുന്നു, അതിനകത്ത് പറയും ഇതൊക്കെയാണോ ഇത്ര വലിയ കാര്യം, എന്തിനാ ഈ കുരുവൊക്കെ ഇത്ര വലിയ കാര്യമാക്കി എടുക്കുന്നത്, ഈ പറയുന്നവർ തന്നെയാണ്. അതായത് ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്, കാണുന്ന ഉടനെ ഒരു 10 വർഷം കഴിഞ്ഞ് കാണുവാണെങ്കിലും സുഖമാണോ അതൊന്നുമല്ല, അയ്യോ കുരുവായല്ലേ, ഇതെന്താ ഇത് ഒന്നും ചെയ്യുന്നില്ലേ, കഴിക്കുന്നു, അങ്ങനെ അങ്ങ് ഫുൾ നമ്മൾ കണ്ണാടി നോക്കുന്നുണ്ട്, നമുക്കറിയാം കുരുവുണ്ട് മുഖത്ത്, അത് കുരു ആയല്ലേ എന്ന് പറയുന്നതല്ല, അങ്ങ് അടിച്ച് ആക്ഷേപിക്കുക. സ്പെഷ്യലി ഇപ്പോൾ ഈ മീഡിയയുടെ ഒക്കെ മുമ്പിലുള്ളവർക്ക് അത് കൂടുതൽ വ്യൂസിന്റെ അടിയിലൊക്കെ കമന്റ് വരുന്നത് കുരുവിന്റെ കൃഷിയാണോ. അപ്പോൾ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചൂടെ, അല്ലെങ്കിൽ ആ കോൺവെർസേഷൻസ്, ആ ഗസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തൂടെ. അതൊന്നുമല്ല, എൻ്റെ മുഖത്തുള്ള ഗുരുവാണ് അപ്പം അവർക്ക് പ്രശ്നം. അപ്പം അത് പറയുമ്പം ആർക്കും അത്ര ഇൻറ്റൻസിറ്റി നമ്മളത് അനുഭവിക്കാതെ, അപ്പോൾ അതിൻ്റെ അടിയിൽ ഒത്തിരി പേര് കമന്റ്, ശരിയാണ് ചേച്ചി, ഇത് അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും. എക്സാക്ട്ലി. ഈ സ്കിന്നൊക്കെ ഇപ്പം നമുക്കൊരു വേദനയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇന്റേണലി എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, അതൊന്നും ചിലപ്പോൾ കോൺഫിഡൻസിന്, ശരിക്കും മെൻ്റൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും ഓഫ് കോഴ്സ്, പക്ഷേ നമ്മുടെ കോൺഫിഡൻസിനെ ചിലപ്പോൾ എഫക്റ്റ് ചെയ്യില്ലായിരിക്കും. പക്ഷേ നമ്മുടെ സ്കിന്ന്, ഹെയറിലൊക്കെ പ്രകടമായിട്ട് ഫസ്റ്റ് ഇംപ്രഷനിൽ കാണുന്ന സാധനമായതുകൊണ്ട് എല്ലാവർക്കും കോൺഫിഡൻസ് ഇഷ്യൂ ഒരുപാട് പേർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേഷ്യൻസിൽ ഇങ്ങനത്തെ ഇപ്പോൾ ഈ 6 വർഷത്തിൻ്റെ കേസൊക്കെ ബഡാ കേസാണ്.
പക്ഷെ അത് അത്രയും ലെങ്തി കേസ് അല്ലാതെ തന്നെ ഇപ്പോൾ ഈ ആക്നെ പ്രശ്നങ്ങളൊക്കെ ശരിക്കും ഒരു 3-4 മാസം മതി ശരിക്കും നമ്മൾ ഭയങ്കര കോൺഫിഡൻസ് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കേസസ് ഉണ്ട്. ഇപ്പോൾ ഈ മുടി കൊഴിയുന്ന തന്നെ ആൾക്കാർക്ക് ചിലപ്പോൾ കുറച്ചൊന്നും പ്രശ്നം ഉണ്ടാവില്ല, കുറച്ചധികം കൊഴിഞ്ഞ് ഇങ്ങനെ തലയോടൊക്കെ കണ്ട് തുടങ്ങുമ്പോൾ പിന്നെ അത് വലിയൊരു അത് കാരണം സ്ട്രെസ് വരും. സ്ട്രെസ് കാരണം വീണ്ടും മുടി കൊഴിയും. പിന്നെ ഇതിങ്ങനെ ഒരു വിഷ്യസ് സൈക്കിളായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. സ്ട്രെസ് എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മുമ്പിൽ മുടി കൊഴിയണ കാണുമ്പോൾ അത് എത്രയൊക്കെ പോയാലും മനുഷ്യനാണെങ്കിൽ അയാൾക്ക് സ്ട്രെസ് വന്നിരിക്കും. അപ്പോൾ ആ ഒരു മേഖലയും കൂടെ നമ്മൾ ശരിക്കും ഡീൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതെ അതെ സ്കിൻ കാരണം വരുന്ന ഈ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്. അതെ. പിന്നെ മാത്രല്ല ഈ സ്കിന്നിന് എന്തേലും വരുമ്പോ വിഷമിക്കോ അല്ലെങ്കിൽ മുടി പോകുന്നതിന് വിഷമോ സൗന്ദര്യത്തിനൊക്കെ എന്തിനാ ഇങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അതെ അത് അതെ എനിക്ക് ഇമ്പോർട്ടന്റ് ആണെങ്കിലും ഞാൻ കൊടുക്കും, അതെ അല്ലെങ്കിൽ അതെ വേണ്ട. അതെ അതെ അങ്ങനെയല്ലേ? അതെ അതെ അത് ആരും മനസ്സിലാക്കുന്നില്ല, അതാണ് പ്രശ്നം. അതെനിക്ക് മേ ബി എനിക്ക് തോന്നുന്നു അത് പറയുന്നവർ ചിലപ്പോൾ അതൊന്നും അത്രക്ക് പ്രശ്നങ്ങൾ ഇല്ലാത്തവരായിരിക്കും അത് പറയുന്നുണ്ടാകുക. അല്ലെങ്കിൽ അവരത് കെയർ ചെയ്യുന്നില്ല, എനിക്ക് ഉണ്ടാകും. പക്ഷെ ഒരു ശരിക്കും ഒരു എവിഡൻ്റ്ലി ബുദ്ധിമുട്ടുള്ള ആൾക്ക് എപ്പോഴും അതൊരു ഇഷ്യൂ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരാൾ തിരിച്ചറിയും വിധം അയാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സ്കിന്നിലോ ഹെയറിലോ ഉണ്ടെങ്കിൽ ഒരു കാര്യം എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് പറയുന്ന അത്രയ്ക്ക്. ഇപ്പം ചെറിയ കുരുക്കളൊന്നും ചിലപ്പോൾ പറയില്ല, അല്ലെങ്കിൽ ചെറിയ ഇപ്പോൾ ഡാൻഡ്രഫ് ഇഷ്യൂ ഒക്കെ കുറച്ച് സിവിയർ ആയിട്ടുള്ള സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് ആയിട്ടൊക്കെ വരുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നെറ്റിയിലേക്ക് ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ ശരിയാ. അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ ഓഫ് കോഴ്സ് ആൾക്കാർ ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കും. അപ്പോൾ അത് ചോദിക്കാൻ പാടില്ല എന്ന് നമുക്ക് എത്ര പേരോട് പറയാൻ പറ്റും. പക്ഷെ അപ്പോൾ അത് ഓഫ് കോഴ്സ് അത് ആൾക്കാർക്ക് കോൺഫിഡൻസ് ഇഷ്യൂ വരുത്തും. അപ്പോൾ അത് അതാ ഞാൻ പറഞ്ഞത്, ഇന്റേണൽ ഇഷ്യൂസിനേക്കാൾ കൂടുതൽ വരുത്തുന്നത് എക്സ്റ്റേണലി ഉള്ള ഫിസിക്കലി വരുന്ന സ്കിന്നിലും ഹെയറിലൊക്കെ വരുന്ന ഇഷ്യൂസാണ്. സത്യം, അതൊരു ഘടകമാണ്. അതെ അതെ എന്താണ് അല്ലൂർ എലിക്സറിന്റെ ഒരു വിഷൻ, അല്ലെങ്കിൽ ഡോക്ടർ ശ്രദ്ധയുടെ ഒരു വിഷൻ? എൻ്റെ വിഷൻ എന്ന് പറയുന്നത്, അല്ലിയോർ എലിക്സർ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ അമ്മയുടെ കേസ്, പിന്നെ എനിക്ക് സ്കിന്നിനോടുള്ളൊരു താല്പര്യം, ഇപ്പോൾ സ്കിൻ കേസസിനോടുള്ള താല്പര്യം. ഇപ്പോൾ ഞാൻ ഹൗസ് സർജൻസിക്ക് ചെയ്യുമ്പോഴും സ്കിൻ കേസസ് വരുമ്പോൾ എനിക്കൊരു എക്സ്ട്രാ ഒരു നോട്ടമുണ്ട്. കാരണം അത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ സ്കിന്നിൽ നമുക്ക് ഭയങ്കര എവിഡൻ്റ്ലി റിസൾട്ട് കാണാൻ പറ്റും. ഇപ്പോൾ പെയിനൊക്കെ നമുക്ക് പെയിൻ കുറഞ്ഞു എന്ന് അവർ പറയുന്നതല്ലേ ഉള്ളൂ, അത് കാണാൻ പറ്റില്ല. അതെ ചിലപ്പോൾ ഇൻഫ്ലമേഷനൊക്കെ കുറയുന്ന കാണാൻ പറ്റുമായിരിക്കും, പക്ഷെ സ്കിന്നിൽ ഭയങ്കര എവിഡൻ്റ് ആയിട്ട് നമുക്ക് ആ റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കണം എനിക്ക് ഇതിനോട് താല്പര്യം വന്നത്. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആയുർവേദത്തിൽ ഒരുപാട് രോഗങ്ങൾക്ക് ക്യൂറുകൾ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നല്ല രീതിക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അപ്പോൾ അതിനോടുള്ള സ്റ്റഡിയാണ് കൂടുതൽ ഇപ്പോൾ ഞങ്ങളുടെ R&Dയിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അതാണ്. ഇപ്പോൾ പെയിൻ മാനേജ്മെൻ്റ് ആണെങ്കിലും, ഇപ്പോൾ മെൻ്റൽ ഹെൽത്തിൻ്റെ, ഇപ്പോൾ ആൻസൈറ്റി ഡിപ്രഷൻ പോലത്തെ കണ്ടീഷൻസിനുള്ള അങ്ങനത്തെ ഇതിലാണ് നമ്മളിപ്പോൾ മൊത്തത്തിൽ ഒരു സ്കിന്ന് ഹെയർ മാത്രമല്ലാതെ ഒരു എന്താ പറയുക, കംപ്ലീറ്റ്ലി ഒരു വെൽനസ് ഹോളിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു ആയുർവേദിക് ബ്രാൻഡായിട്ട് മാറിയിട്ട് അങ്ങനെയാണ് ഇപ്പം എൻ്റെ മനസ്സിലാഗ്രഹം. അങ്ങനെ ആവട്ടെ. അതെ അതെ അല്ല, അത് ഭയങ്കര നല്ല കാര്യമാണ്. നമ്മളുടെ പ്രകൃതിയിലുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര നല്ലതായിട്ട് ഉള്ള കാര്യമാണ്. പണ്ട് ഹനുമാൻ സ്വാമിയൊക്കെ പോയത് ഓർമ്മയില്ലേ? മറ്റേ മരുന്നും മരുത്തുദേവേദങ്ങനെ തെറ്റിപ്പോ മരുത്തുവമലയല്ലേ രക്ഷിച്ച് പോയത്? മൃതസഞ്ജീവിനി സഞ്ജീവി, ആ മൃതസഞ്ജീവി മരുത്തുവമലയല്ലേ പൊക്കിക്കൊണ്ടുവന്നത്? എനിക്കും ഉറപ്പില്ല. ദൈവമേ, വേണ്ടായിരുന്നു. ഞാനാണെങ്കിൽ മൃതസഞ്ജീവിനി തേടിയാണ് പോയത് മരുത്തുവമലയാണ് പൊക്കിക്കൊണ്ട് വന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അല്ലേ? അതെ. അത് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ വേണ്ട. പോയി സെർച്ച് ചെയ്തിട്ട്. ഒരു സിമ്പിൾ ഹെയർ കെയർ അല്ലെങ്കിൽ സിമ്പിൾ സ്കിൻ കെയർ റൂട്ടീൻ, അത് അല്ലൂർ എലിക്സർ വെച്ചിട്ടും പറയാം, വേണമെങ്കിൽ അല്ലാതെയും പറയാം. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യണമെന്ന് ഒരിക്കലും ഒരാളോടും പറയാറില്ല. അപ്പോൾ ഒരു സിമ്പിൾ ഹെയർ കെയർ അല്ലെങ്കിൽ സ്കിൻ കെയർ അതിങ്ങനെ എൻ്റെ ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയാറില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ, ഇപ്പോൾ ഹെയറിലും സ്കിന്നിലൊന്നും വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു നറിഷ്മെൻറ്റ് ലെവൽ സാധനം, ഒരു ബേസിക് ക്ലെൻസിങ്ങും ഒരു നറിഷിങ്ങും ഒരു പ്രൊട്ടക്റ്റിങ് സാധനങ്ങൾ മാത്രം മതി. അത്ര മതി. അപ്പോൾ ഒരു വല്ലപ്പോഴുള്ളൊരു ഹെയർ ഓയിലിങ്ങും, ആഴ്ചയിൽ ഒരു 1-2 ദിവസം ഹെയർ ഓയിലിങ്, ഒരു പാക്ക് ഇടുക, അങ്ങനെ അതൊക്കെയാണ് ഹെയറിൽ സ്കിന്നിൽ നിങ്ങൾക്ക് ചേരുന്ന ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഈ ഒരുപാട് ആക്റ്റീവ്സ് എന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് നറിഷിംഗ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ചേരുന്ന സാധനങ്ങൾ യൂസ് ചെയ്യുക. മിനിമൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ കൺസേൺസ് ഉണ്ട്, ഇപ്പോൾ ആക്നെ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ കൺസേൺസ് ഉണ്ടെങ്കിൽ ആ ട്രീറ്റിംഗ് സംഭവം കൂടി അത് എത്ര നാളത്തേക്കാണ് ഡോക്ടേഴ്സ് പറഞ്ഞേക്കുന്നത്, ആ ഒരു പെർട്ടിക്കുലർ ടൈമിലേക്ക് അതും ഇത്ര മതി.
അല്ലാതെ 12, 10, 20, 100 ഇതൊന്നും വേണ്ട. ഇത്ര സിമ്പിളാണെന്ന്. അതെ അതെ അല്ലേ? അതെ. ഞാൻ എൻ്റെ പോഡ്കാസ്റ്റിൽ വരുന്ന എല്ലാ ഗസ്റ്റിനോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏറ്റവും ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്ന ഉം. അല്ലെങ്കിൽ ഇൻസ്പയർ ആയെന്ന് നമുക്ക് വേണമെങ്കിൽ ജനറലി പറയാം. പക്ഷെ ഞാൻ പറയുന്നത് ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ട് തോന്നിയ ഒരു വ്യക്തിയാവാം, ബുക്കാവാം, ഒരു സന്ദർഭമാകാം, ഉം. എന്തുവാ ചിലപ്പോൾ ഒരു കോട്ട് ആയിരിക്കാം. ഉം. എന്താണത് ശ്രദ്ധയ്ക്ക്? എനിക്ക് തോന്നുന്നു നമ്മൾ ലൈഫിൽ കാണുന്ന ഇപ്പോൾ ഇങ്ങനെ ഭയങ്കര ഹ്യൂജ് ഇമ്പാക്റ്റ് ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഒരാൾ തരുന്നുണ്ടാവുക. ഇപ്പോൾ ചില ആൾക്കാർ പറയില്ലേ, ഇപ്പോൾ അബ്ദുൽ കലാമാണ് അങ്ങനെ അങ്ങനെ എനിക്ക് എടുത്തു പറയാനായിട്ട് ഒരാളൊന്നും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എവറി പീപ്പിൾ, ഞാൻ എൻ്റെ മുന്നിൽ കാണുന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് ഗുഡ് ക്വാളിറ്റീസ് നിന്ന് നമുക്ക് തോന്നുന്ന സാധനങ്ങൾ നമ്മൾ അറിയാതെ അത് അഡാപ്റ്റഡ് ആകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇപ്പം എൻ്റെ ഹസ്ബൻഡ്, ആളുടെ നിന്ന് ഒരുപാട്, ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളുടെ അടുത്താണല്ലോ. അപ്പോൾ ആളുടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ, നല്ലതെന്ന് തോന്നിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പാരൻസിൻ്റെ നിന്ന്, ഫ്രണ്ട്സിൻ്റെ നിന്ന്. അപ്പോൾ അങ്ങനെ ഈവൻ നമുക്കിപ്പോൾ നമ്മൾ നിൽക്കുന്ന പല മേഖലകളിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഇൻസ്പയർ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആകാം. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഹൗസ് സർജൻസി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് റൂറൽ പോസ്റ്റിംഗ് എന്ന സംഭവമുണ്ട്. അപ്പോൾ അവിടെയുള്ള ഒരു ഹീര ഡോക്ടർ, അവർ ഇതുപോലെ സ്കിൻ കേസസ് നല്ലോണം ഡീൽ ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ അവർ കേസസ് ഡീൽ ചെയ്യണ കാണുമ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ഇങ്ങനെ കേസസ് ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ട്രീറ്റ് ചെയ്യണം, അങ്ങനെ ആ ഒരു ഇൻസ്പിറേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ പല പല ആൾക്കാർ, ഇപ്പോൾ ടീച്ചേഴ്സ് ആകാം, അങ്ങനെ എല്ലാവരെയൊന്നും നല്ലതെന്ന് തോന്നുന്നതൊക്കെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പഠിക്കണം. നമ്മൾ ലേൺ ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഓവർ ദ പീരീഡ് ഓഫ് ടൈം നമുക്ക് അൺലേൺ ചെയ്യേണ്ടി വരും. ആ അൺലേണിങ് ചെയ്യാനും പഠിക്കണം. നമ്മൾ ചിലപ്പോൾ നമ്മുടെ അപ്ബ്രിങ്ങിങ്ങിലോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിലോ ശരിയെന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഇന്ന് ശരിയാണെന്ന് എല്ലാം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഇൻസ്പിറേഷൻ. അല്ലാതെ എനിക്ക് ഒരാളെ എടുത്ത് പറയാനോ ഒരു ഇൻസിഡൻറ്റ് പറയാനായിട്ട് ഇപ്പം എൻ്റെ മനസ്സിൽ ഇപ്പോൾ പെട്ടെന്ന് വരുന്നില്ല. എന്നാലും ഇത് ഇങ്ങനെ ഓൾ ടുഗദർ ആയിട്ടുള്ളൂ. ഇത് തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആൻസർ ആണ്. അതായത് വാട്ട് എവർ വർക്ക് ഫോർ യു ദാറ്റ് വിൽ ബി ദി ആൻസർ. അതെ അതെ അതെ. എന്തായാലും ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു എന്താ പറയുക, ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇതെല്ലാം തുടങ്ങിയത് ആയുർവേദ ഡോക്ടർ ആവാൻ പോയത് കൊണ്ടാണല്ലോ. എങ്ങനെയാണ് ആയുർവേദ ഡോക്ടർ ആവാൻ പോയത്? ലൈക്ക് ആ ഒരു ഫീൽഡ്. അതൊരു വലിയ കഥയാണ്. ആക്ച്വലി എനിക്ക് ആയുർവേദം, ഞാൻ ആസ് യൂഷ്വൽ ഒരു സയൻസ് സ്റ്റുഡൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ സയൻസ് കഴിഞ്ഞു. നമ്മൾ എല്ലാ എൻട്രൻസ് എഴുതി പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛനും ആർമി ആണ്. അപ്പോൾ ആർമിയിലേക്കും ഡിഫൻസിലേക്കും ഞങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് ആക്ച്വലി ഡിഫൻസും കിട്ടി. എന്നിട്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ എനിക്ക് MBBS കിട്ടുമായിരുന്നു. പക്ഷേ മറ്റേ സ്വാശ്രയം, അപ്പോൾ കാശ് കൊടുത്തിട്ടുള്ള വരും. നമുക്ക് ഇങ്ങനെ കുറച്ച് മാനേജ്മെൻറ്റ് സീറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് കാശ് നമ്മൾ കൊടുക്കണം. അപ്പം ഞാൻ അച്ഛനെ അങ്ങനെ ഒരു ബേർഡൻ ചെയ്യേണ്ട വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒന്ന് ഇത് കിട്ടിയിട്ടുണ്ട്, പിന്നെ കിട്ടുന്ന ആയുർവേദമാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചതെന്താ വെച്ചാൽ ഡിഫൻസ് ലൈഫ്, ആക്ച്വലി നമ്മൾ ചൈൽഡ്ഹുഡ് മുഴുവനും ആ ഡിഫൻസ് ലൈഫ് എനിക്കത് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് കുറച്ച് നാളത്തെ ലീവ്, അച്ഛനൊക്കെ ആ ലീവിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യാനൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സെക്യൂർഡ് ലൈഫാണ്. നല്ല ശമ്പളമുണ്ട്, നല്ല പെൻഷനുണ്ട്, ഇതൊക്കെ കിട്ടിയിട്ട് അത് കളഞ്ഞിട്ട് ഞാൻ ആയുർവേദത്തിൽ വന്നു. ആയുർവേദത്തിൽ അപ്പോൾ എൻ്റെ ചിന്ത എന്ന് പറയുന്നത്, എൻ്റെ പാരൻസിൻ്റെ ചിന്തയും ഇത് തന്നെയായിരുന്നു. ആയുർവേദം കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ ഒരു PSC എഴുതി നല്ലൊരു ജോലി നമുക്ക് ഓഫ് കോഴ്സ്. അപ്പോൾ ആ ഒരു ചിന്ത തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. ഫസ്റ്റ് ഇയർ ആയുർവേദം കഴിഞ്ഞപ്പോൾ ഇത് മനസ്സിലായി, ഇത് എളുപ്പമല്ല, നല്ല പാടാണ് ആയുർവേദം പഠിക്കാനെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ആകെ ഈശ്വര പെട്ടു അപ്പോൾ ഞാൻ പിന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തേക്കണം. സത്യം പറയാലോ, ഞാനിങ്ങനെ ആയുർവേദത്തിനെ കേഴ്സ് ചെയ്ത് എന്നാ തീരെ വയ്യാണ്ടായിട്ടാണ് ശരിക്കും ഞാൻ ആയുർവേദം പഠിക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരു ഫാനായിരുന്നില്ല, ആയുർവേദ ഫാനായിരുന്നില്ല ഞാൻ. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊരു കൺസേൺ വന്നപ്പോൾ ആണ് പിന്നെ ഈ ആയുർവേദം, പിന്നെ ഞാൻ ഹൗസ് സർജൻസിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഹീര ഡോക്ടർ അവർ ട്രീറ്റ് ചെയ്യുന്ന കാണുമ്പോഴൊക്കെ ഉള്ളൊരു ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് എപ്പോഴും നമുക്ക് ഏതൊരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പറയാം റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷേ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രം നമ്മൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി തന്നെ വേണം. അതേ അവിടെ ഒരു ഓപ്ഷനുള്ളൂ. അപ്പോൾ അവിടെ ഈ റിസൾട്ട് കാണുമ്പോൾ മറ്റൊരു കിക്ക്, നമുക്കൊരു കിക്ക് കിട്ടും. ആ ഒരു കിക്ക് കാണുമ്പോൾ കൊള്ളാം എന്ന്. അപ്പോൾ ഇപ്പോൾ അമ്മയുടെ കേസിൽ നിന്ന്
സ്റ്റാർട്ട് ചെയ്ത സംഭവം. അങ്ങനെയാണ് പിന്നെ ഒരു ഫാനായി ഞാൻ ആയുർവേദത്തിന് മാറുന്നത്. പിന്നെ പലപ്പോഴായിട്ടുള്ള ഇഷ്യൂസ്, ഇപ്പം എൻ്റെ മകൻ ആസ്മാറ്റിക് ആണ്, അത് മാറിയത് നല്ല രീതിക്ക് കുറഞ്ഞത് ആയുർവേദം ത്രൂ തന്നെയാണ്. സിംറ്റമാറ്റിക് ഇപ്പോൾ പഫൊക്കെ എടുക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു, സ്റ്റിറോയിഡൽ മരുന്നൊക്കെ എടുക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു നല്ല രീതിക്കുള്ള ഒരു ആയുർവേദിക് അപ്രോച്ച് അതിന് കൊടുത്തതിന് ശേഷമാണ് നല്ല രീതിക്ക് അവൻ്റെ കണ്ടീഷൻ നന്നായിട്ട് പെസിഫൈ ആയേക്കുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ ലൈഫിൽ ആയുർവേദം കൊണ്ടുവന്നതിന് ശേഷം മാറ്റങ്ങൾ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസും ഉണ്ട്. ഇപ്പോൾ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ പെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞില്ലേ ഞാൻ വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് അതാണ്. ഇപ്പോൾ ആക്ച്വലി അതിൻ്റെ ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഓയിൽ ജെല്ലിൻ്റെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനിതുപോലെ ഒരു വീഴ്ച വീണു. എനിക്ക് 3 മാസത്തോളമായിട്ടും എനിക്ക് പെയിൻ കുറയുന്നില്ല. എനിക്ക് ഡിസ്കിന് ചെറിയ പ്രശ്നം വന്നു. അപ്പോൾ ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നും ഡോക്ടറെ കാണിക്കുമ്പോൾ ഒരു മാസത്തേക്കും കൂടെ കഴിക്കൂ, മരുന്ന് കഴിക്കൂ, പെയിൻ കില്ലർ കഴിക്കൂ. എനിക്ക് പൊതുവേ ഇങ്ങനെ മരുന്ന് കഴിക്കാൻ പേടിയുള്ളൊരു, എനിക്ക് അതൊരു എന്താ പറയുക, നമുക്കത് ചിലപ്പോൾ മെൻ്റലി ആയിരിക്കും അതുള്ള പ്രശ്നമുള്ള ആളാണ്. അപ്പോൾ എന്ത് ചെയ്തിട്ടും ഈ മരുന്ന് കഴിക്കുമ്പോൾ കുറയുന്നു എന്നല്ലാതെ, പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ വർക്ക് ചെയ്യുന്നത് കണ്ടിന്യൂസ് ഇരുന്നിട്ടാണ്. അപ്പോൾ നമുക്ക് പോസ്റ്റേഴ്സിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാറുന്നില്ല. അങ്ങനെ എനിക്കായിട്ടും ഞാൻ ചെയ്ത മരുന്നാണ് ഇപ്പോൾ ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് നല്ല യൂസ്ഫുള്ളാണ്. ഒപ്പമുള്ള നമ്മുടെ സ്റ്റാഫുകൾക്കൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. ഇപ്പോൾ ഹോപ്പ്ഫുള്ളി അത് ട്രയൽ കഴിഞ്ഞ് നല്ല റിസൾട്ടോടെ പുറത്തിറങ്ങും. അടിപൊളി. ഐ എം ജസ്റ്റ് എക്സ്പെക്ടിങ് അത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ലൈഫിൽ നിന്ന് പല ഇതാണ് ഇപ്പോൾ എൻ്റെ ബ്രാൻഡായിട്ട് ചിലപ്പോൾ പുറത്ത് വരുന്നത് മുഴുവനും. അല്ല, നമുക്ക് അത് ഫലം കാണുമ്പോഴല്ലേ നമുക്ക് വിശ്വാസം അതെ അതെ അതുകൊണ്ടാണല്ലോ നിനക്ക് എന്താണോ അത് നീ വിശ്വസിക്കുന്നു പറയുന്നത്. എന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നത്. അതെ അതെ പിന്നെ ഈ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാലും ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇട്ടിരുന്നത് എനിക്ക് ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ആളുകൾ കണ്ടത് ഇഷ്ടപ്പെടുമ്പോഴാണ് എനിക്കും അടുത്ത വീഡിയോ ചെയ്യാനായിട്ട് സന്തോഷം വരുന്നത്. അതെ അതെ അല്ലെങ്കിൽ വേണ്ടല്ലേ അതെ, അതെ. തോന്നുള്ളൂ. അത് ഏത് ജോലിക്കും അതൊരു ഭയങ്കര ഹൈ ആയിട്ടുള്ളൊരു സംഭവം. അതെ അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. യുവർ ബ്രാൻഡ് ഹാവ് എ ലോട്ട് ഓഫ് വാല്യൂസ്. അതൊരിക്കലും കളയരുത്. ആൻഡ് കീപ്പ് ഇറ്റ് അപ്പ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ ആൻഡ് ഇത്രയും അൺലേൺ ചെയ്യാനും ലേൺ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു ടു യു ടു എന്നെ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്തതിൽ. നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.